അമിതമായ താല്പര്യങ്ങളും അത്യാഗ്രഹങ്ങളും നമ്മെ അപകടത്തിലെത്തിക്കുകയാണ്. ഉള്ളത് മതിയാകാതെ വരുമ്പോ നമ്മൾ ലോൺ എടുക്കുകയാണ്. ഉള്ളത് കൊണ്ടുള്ള വീട് തികയാതെ വരുമ്പോ ലോൺ എടുത്ത് വീടെടുക്കുകയാണ്. ഉള്ളത് മതിയാകാതെ വരുമ്പോ കാശ് കൊടുത്ത് കച്ചവടം ചെയ്യുകയാണ്. അടുത്ത ദിവസം ഒരു പോയത്തക്കാരനോട് പറഞ്ഞു, കുറച്ച് സ്ഥലം ഞാൻ കച്ചവടാക്കിനി, മറിച്ചു വെക്കാൻ വേണ്ടി കച്ചവടാക്കിയതാണ്. പക്ഷേ കാശ് കൊടുക്കാനായപ്പോ കച്ചവടം നടന്നില്ല. ഞാൻ ഭാര്യയുടെ സ്വർണമെടുത്ത് ബാങ്കിൽ വെച്ചു. പലിശക്കെടുത്തുകൊണ്ട് ഞാൻ കാശ് കൊടുത്ത് സ്ഥലം ആധാരത്തിലാക്കി. അതിനേക്കാളും വലിയ പോയത്തുണ്ടോ? പിന്നെ സ്ഥലത്തിന്റെ ലാഭം കൂടുന്നില്ല, ബാങ്കിലെ പലിശ കൂടുക. മൂന്നാമത്തത് തെരഞ്ഞു നോക്കുക മനുഷ്യൻ. മണ്ണല്ലാതെ മനുഷ്യന്റെ ആഗ്രഹം തീർക്കാൻ മറ്റെന്തിനു കഴിയും? ഖുർആൻ ഇത് മറ്റൊരു ശൈലിയിൽ പറഞ്ഞു, അൽഹാകുമുത്തകാസുറു ഹത്താ സുർതുമുൽ മഖാബിർ. തകാസുർ മനുഷ്യനെ നശിപ്പിച്ചു, ലാഭക്കൊതി മനുഷ്യനെ തകർത്ത് കളഞ്ഞു. ഹത്താ സുർതുമുൽ മഖാബിർ, അവൻ പള്ളിക്കാട്ടിലെത്തുന്നത് വരെ, ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരെ, മയ്യത്തെന്ന വിരുന്നുകാരനായി പള്ളിക്കാട്ടിലേക്ക് അവൻ കടന്നു ചെല്ലുന്നത് വരെ അവൻ തകാസുറിലാണ്, അവൻ ലാഭക്കണ്ണിലാണ്, അവൻ ലാഭക്കൊതിയിലാണ്. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഞങ്ങളെ നാട്ടിലെ പഴമക്കാർ ഇതിനൊരു അർത്ഥം പറയലുണ്ട്, അവന്റെ പീറ തീരണമെങ്കിൽ മൂക്കിലാണ് പഞ്ഞേക്കണം. നല്ല ചൊറുക്കുള്ള ഒരു അർത്ഥമാണ്. മൂക്കിലാണ് പഞ്ഞച്ചാലല്ലാതെ അവന്റെ പീറ തീരുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബ് പറയുകയാണ്, യഹ്റുമു ബിനു ആദം, മനുഷ്യൻ ഇങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ആ വൃദ്ധനാകുന്ന മനുഷ്യൻ അവന്റെ വാർദ്ധക്യത്തിൽ എത്ര കണ്ട് വർധനവുണ്ടാകുന്നുണ്ടോ, അവന്റെ കൂടെ രണ്ടാളുകൾ യുവത്വം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണോൽക്ക് വയസ്സ് ഇങ്ങനെ കൂടുമ്പോ കാരണോലെ കൂടെ രണ്ടാളിങ്ങനെ ചെറുപ്പക്കാരായി വന്നുകൊടുക്കുക. നല്ല ചെറുപ്പക്കാരായി ഇങ്ങനെ വരും. കാരണോൽക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഒപ്പുള്ള രണ്ട് ചങ്ങായിമാർക്ക് യുവത്വം ഇങ്ങനെ കൂടുകയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഏതാണ് ആ ചങ്ങാതിമാർ? അൽ അമലു, ഒന്ന് ആഗ്രഹങ്ങളാണ്, വഹുബ്ബുൽ മാൽ, മറ്റത് മുതലിനോടുള്ള അത്യാർത്തിയ. വയസ്സ് കുറെ ആയി കാരണോൽക്ക് മുട്ടുമടക്കാൻ വെച്ച, നിന്ന് നിസ്കരിക്കാൻ കഴിയണില്ല, സുജൂദുക്ക് പോകാൻ കഴിയണില്ല. എന്നാലും രാവിലെ തെങ്ങും തോട്ടത്തിൽ മൂപ്പരെത്തും. എന്നിട്ടോ തെങ്ങുമ്മ കയറുന്ന തീയൻ അതിന്റെ മുകളിൽ കയറിയിട്ട് ഇളനീം വെട്ടി ഇങ്ങനെ കുടിച്ചത് മുതലാളി തായെന്ന് തൊള്ളിയും കാട്ടി ഇങ്ങനെ നോക്കുകയാണ്. മൂപ്പർക്ക് ഷുഗറാണ്, ഒരു തുള്ളി കുടിക്കാൻ പറ്റൂല. പക്ഷെ തീയം മൂക്കറ്റം കുടിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് അത് കണ്ട ഒരു സുഖ. തീയം കുടിച്ചത് കണ്ട് ഇയാൾ ഏമ്പക്കം വിടുക. ആലോചിച്ചു നോക്കൂ, പൂതി തീരുന്നുണ്ടോ? ആഗ്രഹം അവസാനിക്കുന്നുണ്ടോ? യഹ്റുമു ബിനു ആദം, മനുഷ്യൻ ഇങ്ങനെ വയസ്സായി വരുമ്പോൾ മനുഷ്യന്റെ കൂടെ രണ്ട് സംഗതികൾക്ക് വാർദ്ധക്യം വരുന്നില്ല, രണ്ട് സംഗതികൾക്ക് യുവത്വം വരികയാണ്. ഒന്ന് ആഗ്രഹങ്ങളാണ്, മറ്റത് സമ്പത്തിനോടുള്ള അത്യാർത്തിയാണെന്ന് ഖാല റസൂലുള്ളാഹി. ആ ആർത്തിയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരിക്ക പറഞ്ഞു, കുൻ വരിഅൻ തകുൻ അഅബദന്നാസ്, നീ നന്നായി സൂക്ഷ്മതയുള്ളവനാകണം, നീ നന്നായി സൂക്ഷ്മത വർത്തിക്കുന്നവനാകണം. എന്നാൽ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആരാധനക്കാരൻ നിനക്കായി മാറാൻ കഴിയും. സൂക്ഷ്മത ആരാധനയാണ്. നിന്റെ ഇബാദത്തിന് ഉഷാറ് കൂട്ടുന്ന സംഗതിയാണ് സൂക്ഷ്മത. ഏത് ചെറിയ വിഷയത്തിനും ഏത് വലിയ വിഷയത്തിനും ആ സൂക്ഷ്മത ആവശ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്ന, നിസ്കാരത്തിൽ പങ്കാളികളാകുന്ന സ്വഹാബിമാർ, ആ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നിന്നൊരാളതാ കൃത്യമായി നിസ്കരിച്ചുകൊണ്ട് എല്ലാ വക്തിലും പങ്കെടുക്കുന്ന സ്വഹാബിമാർക്കിടയിൽ കൃത്യമായി സുബൈ നിസ്കാരത്തിന് കടന്നു വരുന്ന മഹാനായ സ്വഹാബി
നിസ്കാരം കഴിഞ്ഞു ദുആക്കിരിക്കാതെ എണീറ്റ് പോകുകയാണ്. എല്ലാ ദിവസവും സുബഹി ജമാഅത്തിന് വരുന്നു. ജമാഅത്ത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആക്കിരിക്കാതെ എണീറ്റ് പോകുന്നു. അന്നത്തെ കാലവും ഇന്നത്തെ കാലവും വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്ത് ദ്വാരക്കാൻ തെളിവ് തരീണ കാലമാണ്. അന്നത്തെ കാലത്ത് ദ്വാരക്കാതെ പോണത് അപകടമായി പോകുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ദുആക്കിരിക്കാതെ എണീറ്റ് പോകുന്ന സ്വഹാബിയെ കാണുമ്പോ മറ്റുള്ള സ്വഹാബികൾക്കിടയിൽ ഇത് വിഷയമായി മാറുകയാണ്. മറ്റുള്ള സ്വഹാബിമാർക്കിടയിൽ അതൊരു വിഷയമായി മാറുകയാണ്. അവസാനം അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, അന്വേഷിക്കുകയാണ്, എന്താ നിങ്ങൾ ദുആക്കിരിക്കാതെ പോകുന്നത്, എന്താ നിങ്ങൾ എഴുന്നേറ്റ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ സങ്കടപ്പാടോടെ ആ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് സുബഹി നിസ്കാരത്തിന് പള്ളിയിലെത്തുന്നു. തിരിച്ചെന്റെ വീട്ടിലേക്ക് എനിക്ക് പെട്ടെന്ന് പോകാൻ ഞാൻ നിർബന്ധിതനാണ്. കാരണം എന്റെ വീടിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ജൂതനായ ഒരു സുഹൃത്തുണ്ട്. ആ ജൂതനായ സഹോദരന്റെ വീട്ടുവളപ്പിലുള്ള ഈത്തപ്പഴത്തിന്റെ കൊമ്പുകളോ എന്റെ വീട്ടുമുറ്റത്തേക്ക് തൂങ്ങി നിൽക്കുന്നുണ്ട് നബിയേ. ആ ഈത്തപ്പഴത്തിന്റെ കൊമ്പുകളിൽ നിന്നോ പഴുത്തു പാകമായ ഈത്തപ്പഴങ്ങൾ രാത്രി അടിച്ചു വീശുന്ന മന്ദമാരുതന്റെ കാരണത്താൽ ആ കൊമ്പുകളിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ എന്റെ വീട്ടുമുറ്റത്തേക്ക് വീഴുകയാണ്. അങ്ങനെ വീട്ടുമുറ്റത്തേക്ക് അത് വീഴുമ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് സുബഹി നിസ്കാരത്തിന് പോരുമ്പോ എന്റെ മക്കൾ എഴുന്നേറ്റിട്ടില്ല. ഞാനിവിടെ ജമാഅത്ത് കഴിഞ്ഞ് ദുആക്കിരുന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്ക് എന്റെ മക്കള് പുറത്തിറങ്ങിപ്പോയി. എന്റെ മക്കൾ ഉണർന്നെഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആ മുറ്റത്ത് വീണ് കിടക്കുന്ന ഈത്തപ്പഴങ്ങളോ അതേ ജൂതന്റെ ഈത്തപ്പഴത്തിൽ നിന്ന് അടർന്നു വീണ ഈത്തപ്പഴങ്ങളെടുത്ത് എന്റെ മക്കള് ഭക്ഷിച്ചാൽ രാത്രി സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ കഴിയാത്ത എന്റെ മക്കള് എന്റെ മുഖത്തു നോക്കി കരഞ്ഞുണങ്ങിയ കണ്ണുമായി അരപ്പട്ടിണിയുമായി കിടന്നുറങ്ങിയ എന്റെ മക്കളോ വിശപ്പിന്റെ അത്യാർത്തി കൊണ്ട് വീട്ടുമുറ്റത്തെ ഈത്തപ്പഴങ്ങൾ വായയിലേക്ക് എടുത്തിട്ടാൽ എന്റെ കൈകളെ കൊണ്ട് ആ വായയിൽ നിന്നത് പുറത്തിടാൻ എനിക്ക് കഴിയില്ല നബിയേ. ആ വീട്ടുമുറ്റത്തെ ജൂതന്റെ ഈത്തപ്പഴത്തിൽ ഒന്നെങ്ങാനും എന്റെ മകന്റെ വായയിലേക്ക് ഇട്ടാൽ രാത്രി ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത പിതാവായി എനിക്ക് ആ മക്കളെ വായയിൽ നിന്നത് പുറത്തെടുത്ത് കളയാൻ പറ്റുമോ? അതുകൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എന്റെ വീട്ടുമുറ്റത്തേക്ക് ഓടുകയാണ്. എന്റെ മക്കൾ ഉണരുന്നതിന്റെ മുമ്പായി എന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഈത്തപ്പഴങ്ങളെല്ലാം പെറുക്കിയിട്ട് ആ ജൂതന്റെ വളപ്പിലേക്കിടുന്നു. എന്നിട്ടാ നബിയെ ഞാൻ എന്റെ മക്കളെ വിളിച്ചുണർത്താറുള്ളത്, എന്നിട്ടാണ് അവരെന്റെ മുറ്റത്തേക്ക് ഇറങ്ങാറുള്ളത്. സഹോദരന്മാരെ, കണ്ടോ നിങ്ങളോ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളോ നമ്മുടെ കുടുംബത്തെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന സംസ്കാരങ്ങളോ നമ്മുടെ വ്യക്തിപരമായ കുടുംബപരമായ സാമൂഹ്യപരമായ ഇടപെടലുകൾ എല്ലാത്തിലും സൂക്ഷ്മതയുണ്ടാവണം. കുൻ വരി അൻത കുൻ അഅ്ബദന്നാസ്. സ്കൂൾ വിട്ടു വരുന്ന മോന് റോഡ് വക്കിലുള്ള മുതലാളിയുടെ വീട്ടുമുറ്റത്തെ മാവിലേക്ക് കല്ലെറിഞ്ഞു. ആ മാവിൽ കല്ലുകൊണ്ട് മാങ്ങ വീണു എന്ന് മാത്രമല്ല, മുതലാളിയുടെ വീടിന്റെ മുകളിലുള്ള ഓടിനുകൂടി കല്ലുകൊണ്ട് ഓടുപോലും താഴെ വീഴുമ്പോൾ മുതലാളി ഒന്ന് ചൂടാവുകയാണ്. അപ്പൊ നമുക്കുണ്ടൊരു ഡയലോഗ്, അയാൾക്കിപ്പൊ ഞമ്മളെ കുട്ടി ഒരു മാങ്ങ പറിച്ചത് കൊണ്ട് എന്ത് വരാനാ? നമ്മൾ ന്യായീകരിക്കുകയാണ് പാടില്ല. എന്റെ മകൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കൊരു സൂക്ഷ്മമായ ജ്ഞാനമുണ്ടാകണം. എന്റെ സൂക്ഷ്മമായ ദൃഷ്ടികൾ അവന്റെ പിറകിലുണ്ടായിരിക്കണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വകുൻ വരി അൻത കുൻ അഅ്ബദന്നാസ്.
വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു വകുൻ കനിയൻ തകുൻ അഷ്കറന്നാസ്, നീ കനാഅത്തുള്ളവനാകണം, നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനായിരിക്കണം, കിട്ടുന്നത് റാഹത്തായി അനുഭവപ്പെടുന്നവനായിരിക്കണം നീ. എന്നാൽ തകുൻ അഷ്കറന്നാസ്, നിനക്ക് നന്ദി ചെയ്യാൻ കഴിയുന്നവനാകും. കിട്ടിയത് ഒരു നിഅമത്താന്ന് തോന്നുമ്പോ, കിട്ടിയത് അത്യാവശ്യം റാഹത്താന്ന് തോന്നുമ്പോ, കിട്ടിയത് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ തോന്നും. കിട്ടിയത് മതിയായില്ല, അടുത്തത് കൂടി കിട്ടണമെന്ന് ചിന്തിക്കുമ്പോ കിട്ടിയതിന് അൽഹംദുലില്ലാ പറയാൻ മറക്കുകയാണ്. വകുൻ കനിയൻ തകുൻ അഷ്കറന്നാസ്, കിട്ടിയതിന് നന്ദി ചെയ്യണമെങ്കിൽ കിട്ടിയത് കൊണ്ട് മതിയാകുന്ന മനസ്സ് വേണം. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ നന്ദിയുടെ ഭാഗത്തല്ല വരുന്നത്. നമ്മളൊക്കെ ലാഭത്തിലാണ് വല്ലതും ചെയ്യുന്നുവെങ്കിൽ ചെയ്യാനുള്ളത് അല്ലേ. അള്ളാന്റെ ഭാഗത്തേക്ക് വല്ലതും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ലാഭ നോക്കുക, കിട്ടീന് നന്ദിയല്ല. കിട്ടീന് നന്ദി ചെയ്യണമെങ്കിൽ കനാഅത്ത് വേണം. 15 ദിവസം റബ്ബർ തോട്ടത്തിൽ മുതലാളി പോയി നോക്കുക. അൽഹംദുലില്ലാ, സീറ്റിന് നല്ല വിലണ്ട്, നല്ല പാലുണ്ട്, പണിക്കാരൊക്കെ നല്ല റാഹത്തിലാണ്. 15 ദിവസം പോയി തോട്ടത്തു കൂടെയൊക്കെ നടന്ന് കയ്യും കെട്ടി നോക്കിയിട്ട് റാഹത്തായി തിരിച്ചു പോകുന്നു. 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസം ചെല്ലുമ്പോ ഒരു 10 മരം, കുറച്ച് റുക്കോയിലുണ്ട്, കുറച്ച് സുജൂദിലുണ്ട്. സുബ്ഹാനല്ലാഹ്, തോട്ടത്തിക്കാണ് കയറുമ്പം വിളിക്കും നമ്മളൊരു വിളി, പടച്ചോനെ. ആ വിളി എന്ത് വിളി അറിയങ്ങള്? 15 ദിവസം റബ്ബർ കുത്തി നിർത്തി തന്ന അള്ളാഹ്ക്കുള്ള ശുക്രിന്റെ വിളിയല്ല. അങ്ങനെയാണെങ്കിൽ ഈ 15 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം വിളിക്കും. ആ വിളി നാളെ 11ാമത്തെ മരം റുക്കൂക്ക് പോകരുത്, അതിനുള്ള വിളിയാ. ശുക്രിന്റെ വിളിയല്ല, നന്ദി പ്രകടനമല്ല. എന്തുകൊണ്ട്? ഈ 15 ദിവസം ആ മരത്തുമെന്ന് പാലിട്ടിയത് മതിയായിട്ടില്ല. നമ്മൾ വേറെ തോട്ടം തിരയുന്നുണ്ട്, ലാഭം നോക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതൊരു നന്ദിയായി തോന്നണ്ടേ, ഇത് മതിയാതായി തോന്നണ്ടേ? നന്നായി കച്ചവടം ചെയ്യണം, നല്ല ബിസിനസ് ചെയ്യണം, കിട്ടലിനനുസരിച്ച് നന്നായി കൊടുക്കും വേണം. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആ വയതല്ലപ്പ ഞാൻ പറയുന്നത്. പക്ഷേ ശുക്ര്, ആ ശുക്ർ ചെയ്യണമെങ്കിൽ കനാഅത്ത് വേണം, ഉള്ളത് മതിയാണ് ഒരു മനസ്സ് വേണം, എന്നാലേ കിട്ടീന് നന്ദി ചെയ്യാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ചിലപ്പണ്ട് പള്ളിക്കൽ ഉസ്താദിന്റെ അടുത്ത് അല്ലെങ്കിൽ വേലിന്റെ മജ്ലിസിലേക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ സ്വതക്കം നിട്ടുണ്ട്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. സ്വതക്ക കൊണ്ട് കാര്യമുണ്ട്, അങ്ങനെ ലാഭം ഉദ്ദേശിച്ച് അള്ളാന്റെ മാർഗത്തിൽ വല്ലതും ചെയ്താൽ പുണ്യമുണ്ട്. പക്ഷെ എല്ലാം അതാകരുത് എന്നാ ഞാൻ പറയുന്നത്. പള്ളിക്കൽ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഒരു 1000 റുപ്യ ഇങ്ങനെ ചുരുട്ടിയിട്ട് വാപ്പ കൊടുക്കണം. ഉസ്താദെ, മകന് 2 മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല, ഒന്ന് ദ്വാരക്കണം. 10 മാസം മട്ടത്ത് കിട്ടിയിക്കണ്, മണി ഓർഡറും വന്നിക്കണ്, ഡ്രാഫ്റ്റും വന്നിക്കണ്. പള്ളിക്കല മൂല്യരാ വർത്താൻ അറിയില്ല, പടച്ച തമ്പുരാനും ആ വിവരം അറിയില്ല. ഏതർത്ഥത്തിൽ ഇവൻ പറഞ്ഞിട്ടറിയില്ല. എപ്പോഴാ അറിയ 2 മാസം ശമ്പളം കിട്ടാതെ ആയപ്പോഴേ 10 ദിവസം കിട്ടിയിക്കണില്ലേ. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തുകൊണ്ട്? കിട്ടുന്നത് ഖനാഅത്തായി മാറണം. കിട്ടുന്നത് കൊണ്ട് മതിയാകുന്ന മനസ്സുണ്ടായാലേ കിട്ടിയതിന് നന്ദി ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്, നന്നായി അള്ളാന്റെ ഭാഗത്ത് അധ്വാനിക്കും, നന്നായി തോട്ടത്തിൽ പോകും, അധ്വാനിക്കും, കൃഷി ചെയ്യും, പണിയെടുക്കും, കിട്ടണീന് മുഴുവൻ. പലപ്പോഴും ഗൾഫിലൊക്കെ പല സഹോദരന്മാരും, അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ, ചില ആജിയന്മാരെയൊക്കെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും അവരെ മക്കളെ വളർത്താൻ ഇനി ഒരു ഗൾഫ് പോകേണ്ട ആവശ്യമില്ല. ചിലരൊക്കെ പറയും, ഉസ്താദുമാർ ഞങ്ങളൊക്കെ വരുമ്പോ ഞങ്ങൾക്ക് സ്വതക്ക തരണം, അതിനാ ഞാൻ ഗൾഫിൽ പോണത്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. നല്ലൊരു മനസ്സാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അങ്ങനെയുള്ള കുറെ മുഅ്മിനീങ്ങളെ കൊണ്ടാണ് നമ്മുടെ രാജ്യത്തുള്ള ദീനിയായ സ്ഥാപനങ്ങൾ വളരുന്നത്. അള്ളാഹു സഹായിക്കുന്നവരെ ഒക്കെ സഹായിക്കുമാറാവട്ടെ. വല്ലാത്ത മനസ്സാണ് അത്. ശുക്റാണ് ഉണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും. പക്ഷേ മലയാളികൾക്ക് പ്രത്യേകിച്ചില്ലാത്ത സംഗതിയാണ്. എപ്പോ ചോദിച്ചാലും എന്താ വർത്താനം, അങ്ങനെ പോകണം. ഓട്ടോറിക്ഷന്റെ മൈലേജേ ഉണ്ടാവുള്ളൂ, അങ്ങനെ പോകണം. ഒരു ഉഷാറിലുള്ള പോക്ക് നമുക്ക് കിട്ടലില്ല. എത്ര റാഹത്താണെങ്കിലും പറയാം അങ്ങനെ പോണം. അൽഹംദുലില്ലാ, ഇപ്പൊ റാഹത്താ. അതൊരു വർത്താനല്ലേ, പറയില്ല. സഹോദരന്മാരെ, വകുൻ കനിയൻ തകുൻ അഷ്കറന്നാസ്, ഖനാഅത്തുണ്ടോ, നന്ദി ചെയ്യാൻ കഴിയും. കിട്ടുന്നത് മതിയായോ, എന്നാൽ കിട്ടിയതിന് നന്ദി ചെയ്യാൻ കഴിയും. കിട്ടിയത് മതിയായി എന്ന് തോന്നണം.
കിട്ടിയത് മതിയായി എന്ന് തോന്നിയാൽ നമുക്ക് ഖൈറ് മുടങ്ങൂല. അള്ളാന്റെ ഭാഗത്ത് നിന്ന് നിയമത്ത് കിട്ടുമ്പോ നമുക്ക് ഖൈറ് ചെയ്യാൻ തോന്നും അല്ലേ? റമളാൻ അവസാനത്തെ 10 കടക്കുമ്പോ തറാവിയാണ് മുടങ്ങാണ്. എന്തേ? നല്ല കച്ചവടത്തിരക്കുള്ള ടൈമാണ്. നന്നായി കച്ചവടം ഉണ്ടായപ്പോ നമുക്ക് തറാവി മുടങ്ങി. എന്തുകൊണ്ട്? സുബ്ഹാനല്ലാഹ് 8 മണി വരെ നല്ല കച്ചവടം ചെയ്തിക്കണം. അൽഹംദുലില്ലാ, തൽക്കാലം മതി, ഞാൻ തറാവി കരിച്ചാൻ പോട്ടെ. ആലോചിച്ചോക്കാണ് എന്താ നല്ല മനസ്സ്. 8 മണി വരെ നന്നായി ബിസിനസ് നടന്നിട്ടുണ്ട്. ഇനി എന്റെ തറാവീന്റെ ടൈമാണ്. തന്നതിന് ഞാൻ പോയി നന്ദി ചെയ്യട്ടെ. തറാവി മുടക്കിക്കൂടാ. എന്തേ ഇപ്പൊ ഇന്നലെ നിങ്ങളെ തറാവീന് കണ്ടില്ലല്ലോ ഉസ്താദെ? ഇന്നലെ നല്ല തിരക്കേനിയും പീടിയില് നല്ല വർക്കത്തേനി അള്ള തന്നത്. അപ്പൊ എന്തായി? നമുക്ക് നിയമത്ത് ശുക്ർ മുടങ്ങി. ഞമ്മക്ക് 8 മണി വരെ ബിസിനസ് ചെയ്ത് കിട്ടിയ ലാഭം മതിയായില്ല. മതിയായിരുന്നുവെങ്കിൽ അപ്പൊ നമ്മൾ കാശ് വാങ്ങണ കസാലിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിക്കലെത്തുമായിരുന്നു. അള്ളാഹു ഖൈറ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തേ കാരണമില്ല? നിങ്ങളെ ഇന്നലെ ജുമാക്ക് വയ്യാണല്ലോ കണ്ടേ ഉസ്താദെ. ജുമാന്റെ നേരം ഉണ്ടായപ്പോത്തിന് കച്ചവടം നല്ല തിരക്കായി. നന്നായി കച്ചവടം. മൂപ്പര് വലിയ സീരിയസിലാ പറയുന്നത്. സത്യത്തിൽ എന്താ വെച്ചാൽ അള്ളാഹ് നല്ല നിയമത്ത് കൊടുത്തു. അപ്പൊ അതിന്റെ മാന ആ നിയമത്ത് അള്ളാഹ് നന്നായി കൊടുത്തപ്പോ മൂപ്പർക്ക് അൽക്കാഫാണ് മുടങ്ങി. കനാഅത്ത് വേണം. 8 മണി വരെ നടന്ന കച്ചവടത്തിൽ മനസ്സംതൃപ്തി ഉണ്ടോ? 8:30 ജമാഅത്തിന് പള്ളിയിലെത്തും. ആ കനാഅത്ത് നമ്മെ പരിശീലിപ്പിക്കുകയാണ് പരിശുദ്ധ റമളാൻ. റമളാനിലെ വെള്ളിയാഴ്ചകളിൽ ഉസ്താദുമാര് ഓതിയിട്ടുണ്ട്. നമ്മെ റമളാൻ പഠിപ്പിച്ച ചില ശീലങ്ങളുണ്ട്. 11 മാസം നന്നായി കുടിച്ച, 11 മാസം നന്നായി കഴിച്ച മൂമിനിനോട് അല്ലാഹ് പറഞ്ഞു, 1 മാസം കുടിക്കല്ല, 1 മാസം ഭക്ഷണം കഴിക്കല്ല. അൽഹംദുലില്ലാഹ്. 11 മാസം നന്നായി കുടിച്ചില്ലേ, നന്നായി കഴിച്ചില്ലേ, 1 മാസം ഇങ്ങനെയാണ് പോട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ. ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എപ്പോഴും മനുഷ്യൻ താഴേക്കാൻ നോക്കണ്ടേ, താഴേക്കാൻ നോക്കണ്ട. ഓടിട്ട വീട്ടിൽ താമസിക്കുന്ന മനുഷ്യൻ ഓലമേഞ്ഞ വീട്ടിലേക്ക് നോക്കണം. എന്നാ അൽഹംദുലില്ലാഹ് പറയാൻ തോന്നും. ആ ഓടിട്ട വീട്ടിൽ കിടന്നുറങ്ങുന്നവൻ ആജിക്കയുടെ 2 നില കെട്ടിടത്തിലേക്ക് നോക്കിയിട്ടാ കിടന്നുറങ്ങണിച്ചെങ്കിൽ ഉറക്കം വരൂല, അൽഹംദുലില്ലാഹ് പറയാൻ കൂടൂല. നമ്മൾ അടുത്തത് ഉള്ള സ്ഥലം 5 സെന്റ് സ്ഥലത്തിന്റെ ആധാരം പണയം വെച്ചിട്ട് ആചാരാക്കാന്റെ പെര പോലെ പെരണ്ടാക്കാൻ നോക്കും. പെരയൊക്കെ ഉണ്ടാക്കി പണിയാണ് കഴിഞ്ഞാൽ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്താണ് കൊണ്ടുപോകും ചെയ്യും. മതിയാവുന്നില്ല നമുക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖനാഅത്ത് പരിശുദ്ധ റമളാൻ നമ്മെ പരിശീലിപ്പിക്കുകയാണ്. 11 മാസം നന്നായി ഭക്ഷണം കഴിച്ചു, 1 മാസം എല്ലാം ഒഴിവാക്കി ജീവിക്കുക. പക്ഷെ നമ്മളെ റമളാൻ എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ചേഞ്ചാ. 11 മാസം പകല് തിന്ന് അന്തിക്ക് ഉറങ്ങി, 1 മാസം അന്തിക്ക് തിന്ന് പകലുറങ്ങി. ആ ഒരു മാറ്റം അതാണല്ലോ ഉസ്താദെ. റമളാൻ ആയപ്പോ ഷുഗർ കുറച്ച് കൂടുതലാ. ചെങ്ങായി, ഷുഗർ മാത്രല്ല, പലചരക്ക് പീടിയിലെ പഞ്ചാരന്റെ ബില്ലും കൂടുതലാ. റമളാൻ ആവുമ്പോ പഞ്ചസാരന്റെ ബില്ല് കുറയാൻ വേണ്ടി അത് കുറഞ്ഞിട്ടില്ല, അപ്പൊ ഇവിടെ ഷുഗറും കുറഞ്ഞിട്ടില്ല അല്ലേ? റമളാൻ ആയപ്പോ കൊളസ്ട്രോൾ കൂടിയേക്ക. എന്തേ പറയില്ല, അറിയും. ഇറച്ചിപ്പീടിയിലും ബില്ല് കൂടുതലാ. അപ്പോ റമളാൻ ആവുമ്പോ ബില്ല് കൂടുകയാണ്. റമളാൻ നമ്മ ഖനാഅത്ത് പരിശീലിപ്പിക്കേണ്ട മാസമാണ്. അത്യാഗ്രഹത്തിൽ നിന്ന് നമ്മ വിട പറയിപ്പിക്കുന്ന മാസമാണ്. പക്ഷേ റമളാനിലാണ് നമ്മൾ അത്യാഗ്രഹം അമിതമായി പ്രകടിപ്പിക്കാറുള്ളത് അല്ലേ? നല്ലൊരു സംഗതിക്ക് 100 രൂപ ചോദിച്ചാൽ കീശിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിയാടി കിട്ടണമെങ്കിൽ എത്ര ബദരീങ്ങളെ വിളിച്ചണം എന്നങ്ങൾ ആലോചിക്കും. നമ്മളെ കീശിയിലെ കാശൊക്കെ അങ്ങാടിയിലെ ബത്തക്ക കച്ചവടക്കാരൻ കൊണ്ടുപോണ വിവരം നമ്മൾ അറിയുന്നുണ്ട്. വൈകുന്നേരം റൂട്ടുമ്പലാണ്ട് ഇറങ്ങിയാൽ ഉള്ളു ചോപ്പാണോ പച്ചയാണോ എന്നൊന്നും നമ്മൾ നോക്കൂല. എന്ത് ചെയ്യാണ്? ആ ബത്തക്കക്കാരന്റെ കയ്യിൽ കാശാണ്ട് എടുത്തു കൊടുക്കുകയാണ്. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര എളുപ്പമാണ് നമ്മളെ കാശോല് കൊണ്ടോണ് അല്ലേ? അങ്ങാടി കൂടെ നമ്മൾ ഇങ്ങനെയാണ് വൈകുന്നേരം നടന്നാല് എല്ലാം അങ്ങാടി നിന്ന് കിട്ടുക. പെണ്ണുങ്ങൾക്കൊക്കെ ഫ്രീയാ. ഇബാദത്തിനൊക്കെ എന്ത് സുഖാപ്പന്നറിയങ്ങള്. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് വൈകുന്നേരമായാണ് കുത്തിർക്കും പെണ്ണുങ്ങൾ 4 ഭാഗത്ത് പലകിട്ടിട്ട് പത്തിരി വരത്തന്നെ പൊടി ഇടിച്ച് ആ പത്തിരി വരുത്തതൊക്കെ ഒരു പണിയേനിയും പണ്ട്. ഇപ്പൊ അങ്ങനെയല്ലോ. ഇപ്പൊ ഇങ്ങനെ നല്ല പരസ്യം, നല്ല 1.5 പുട്ടും പൊടി പറഞ്ഞിട്ട് ആ പരസ്യം ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് വല്ല പണിയുണ്ടോ? പൈസ കൊടുത്തോണ്ട് വാങ്ങിയാൽ മതി. ഇനി ആ പുട്ട് കൊണ്ടൊന്ന് ഉണ്ടാക്കണ്ട, ഇത്ര കുറ്റി പുട്ടിന് ഇത്ര ഉറുപ്പ്യാന്ന് പറഞ്ഞിട്ട് പരസ്യം വരല്ലേ. ഒരു പണിയില്ല.
വൈകുന്നേരമായ നമ്മളാണ് വാങ്ങിക്കൂട്ട. എത്ര വൈകുന്നേരം കീശയിൽ അല്പം കാശൂട്ട് റോട്ടുമൊക്കെ ഇറങ്ങിയാല് പെരീക്കെത്തുമ്പോ അതൊക്കെ ബടിയായി കിട്ടും. എന്നിട്ടോ മേശപ്പുറത്തിന് വെച്ചിട്ട് ഇത് തിന്നാൻ ഞമ്മക്ക് വേണോ? കാരക്കും വെള്ളം കുടിച്ചാൽ തന്നെ അത്യാവശ്യം ഏമ്പക്കെടാനോ. പിന്നെ പണ്ടൊരു അമ്മായിമ്മ പറഞ്ഞ മാതിരി കൊടുത്ത് കളയരുത് മളെ, തിന്ന് ചത്തിച്ചോളണ്ടിന്നല്ലേ എന്ന മാതിരിയാണ് നമ്മൾ എന്ത് ചെയ്യാ. നമ്മള് വാങ്ങിയാണ് കളയാ, വാങ്ങിയാണ് വലിച്ചെറിയ. എന്നാലും ഒരു സുഖ. ആഗ്രഹങ്ങളെ അമിതമായി ഉപയോഗപ്പെടുത്തുന്നു. പരിശുദ്ധ റമളാൻ നമ്മെ അത്യാഗ്രഹത്തിൽ നിന്ന് വിട ചൊല്ലിക്കുന്ന മാസമാണ്. അമിതമായ താല്പര്യങ്ങളിൽ നിന്ന് വിട പറയേണ്ട മാസമാണ് പരിശുദ്ധ റമളാൻ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വകുൻ കനിയൻ തകുൻ അഷ്കറന്നാസ്. ഖനാഅത്തുണ്ടോ നിനക്ക് നന്ദിയുള്ളവനാകാം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് പിശാച് കടന്നു വരുന്ന മറ്റൊരു റൂട്ടുണ്ട്. ആ റൂട്ട് ദിർഹമിന്റെയും ദീനാറുകളുടെയും റൂട്ടാണ്. ദിർഹമുകളും ദീനാറുകളും മനുഷ്യന്റെ മനസ്സിൽ പിശാച് കടന്നു വരുന്ന വഴികളാണ്. ദിർഹം എന്ന് പറഞ്ഞാലും ദീനാർ എന്ന് പറഞ്ഞാലും നാശം പിടിച്ച സാധന. മഹാന്മാര് പറഞ്ഞു, ദിർഹം എന്നതിന്റെ അവസാനം ഹമ്മ് എന്നാണ്. ഹമ്മ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ. പൈസ ഉണ്ടായാലാ ടെൻഷൻ ഉണ്ടാകുക. ദീനാർ എന്ന് പറഞ്ഞാൽ നരകം, തീ, എന്താണെങ്കിലും ലക്ഷണക്കേടാ. ആ ദീനാറും ദിർഹമും മനുഷ്യൻ ഒരിക്കലും എപ്പോഴും തലവേദനയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എപ്പോഴും തലവേദനയാണ്. ആ പണമുള്ളവനാണ്. നമ്മൾ ചിലപ്പോ വിചാരിച്ചു മൂപ്പർക്ക് വലിയ സുഖാട്ടോ, നല്ല പൈസ ഉണ്ട്, നല്ല റാഹത്താ, പിരിവിനാണ് ചെന്ന് നോക്കണം ഓലെ വിഷമം അറിയണമെങ്കിൽ. അപ്പോ നല്ല സുഖമുണ്ടെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ വളരെ സങ്കടത്തിലും വിഷമത്തിലുമാണ്, ഹമ്മിലാണ്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ ടെൻഷൻ ഇല്ലാത്ത ഒരു കൂട്ടരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് നമ്മളെ തമിഴ്നാട്ടിൽ വരുന്ന അണ്ണാച്ചികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആമത്തായിന്റെ പൂട്ട് സൂക്ഷിക്കണതിനെ പറ്റി പോലും ഓൽക്ക് ബേജാറില്ല. കിട്ടണത് എന്ത് ചെയ്യണം, തലയോട്ടിൽ വെച്ച് കിട്ടിയ പീഡിയ കൊലയുമ്പോ റാഹത്തായി കടന്നുറങ്ങണം. പിന്നെ ബൈനാരായ കുറച്ച് ചൂടുവെള്ളം കുടിച്ചാൻ കിട്ടണ തരുള്ളൂ. 2 ദിവസം ഇലക്ഷൻ എങ്ങാനും കള്ളുഷാപ്പ് പൂട്ടിയ അന്നൊരു ചെറിയ ചൊറിച്ചിലും മാന്തിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഒഴിവാക്കിയ വലിയ റാഹത്താ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, മനുഷ്യനുണ്ടോ പണം സന്തോഷം പകരുന്നേ? 1 ലക്ഷം റുപ്യ കയ്യിലുള്ള മനുഷ്യൻ 5 സെന്റ് സ്ഥലം കണ്ടപ്പോ 50,000 കൊടുത്ത് അഗ്രിമെന്റ് എഴുതി കച്ചവടാക്കി. അവിടുന്ന് വണ്ടി എടുത്ത് ബ്രോക്കറൊപ്പം എങ്ങനെ പോരാ? ബ്രോക്കറല്ലേ, വിടൂലല്ലോ. ഇവിടുത്തെ ബ്രോക്കർമാരെ പറ്റി അല്ലേ ഞാൻ പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? നമ്മള് ആ വണ്ടിമ തന്നെ തിരിച്ചു പോകുമ്പോ വഴിവക്കില് വേറെ 5 സെന്റ് കണ്ടു. ഇതും നല്ല സ്ഥലമാണ്. അപ്പൊ ബാക്കിയുള്ള 50,000 അവിടെയും കൊടുത്ത് അഗ്രിമെന്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, രണ്ടോടത്തും എന്ത് ചെയ്തു? 50 കൊടുത്ത് അഗ്രിമെന്റ് ചെയ്തിരിക്കണം. വിചാരിച്ച ടൈമിൽ ഇത് രണ്ടും മറിച്ചു വെക്കാൻ കൂടിയില്ല. പിന്നെ ഉസ്താദേ പൈസ ഒക്കെ മണ്ണ് പോയിക്കണ്, കുഴിച്ചിട്ടതാ മൂപ്പര് മുളക്കാന്. നിങ്ങൾ ആലോചിക്കും, 1 ലക്ഷം റുപ്യ കയ്യിലുള്ള മനുഷ്യൻ ഉരുകാണ്. 1 ലക്ഷം റുപ്യ കയ്യിലുള്ള മനുഷ്യൻ ടെൻഷനായിട്ട് പിന്നെ മൂപ്പർക്ക് തൊള്ളയിൽ പുണ്ണ് വരാണ്. നിങ്ങൾ ആലോചിക്കുക, ആ 50,000 അഗ്രിമെന്റ് ചെയ്തി അതാണ് വിറ്റ് ലാഭമായിട്ട് നമുക്ക് ഇപ്പുറത്ത് എടുക്കാന്ന് ചിന്തിക്കാൻ കൂടൂല. ലാഭേ നമ്മൾ ആലോചിക്കുള്ളൂ. കച്ചവടം ആകുമ്പോ നഷ്ടം വേണ്ട നോക്കുക. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഷെയർ ബിസിനസ് പൊളിയണ കാലാണ്. മണി ചെയിൻ തട്ടിപ്പ് വ്യാപിക്കണ കാലാണ്. കറല് കച്ചവടം എന്ന് പറഞ്ഞൊരു കച്ചവടം ഉണ്ട് ഇസ്ലാമില്. ആ കറല് കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, പൈസ ഉള്ളവർക്ക് എല്ലാവർക്കും അള്ള അന്തം കൊടുത്തോളന്നില്ല, അന്തമുള്ള എല്ലാവർക്കും അള്ള പൈസ കൊടുത്തോളന്നില്ല. അപ്പൊ ഇസ്ലാം വെച്ചൊരു ഫോർമുലയാണ്, പൈസ ഉള്ള ആള് അന്തമുള്ളവന്റെ അടുത്ത് പൈസ കൊണ്ടുപോയി കൊടുക്കുക. അന്തം ഏറാനും പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞാലും കൊടുത്തേ പോകും, കൂടിയാലും കൊടുത്തേ പോകും. അങ്ങനെ പണം കൊടുക്കുക. അങ്ങനെ പണം കൊടുത്ത് കച്ചവടാക്കണ ഒരു പണിയുണ്ട്. പക്ഷെ ആ കച്ചവടം എന്താകണം? ലാഭം ഉണ്ടാവുമ്പോഴും വേണം കളിയും ചെറി, നഷ്ടം ഉണ്ടാവുമ്പോഴും വേണം കളിയും ചെറി. നാളെ ഒരു ചങ്ങായി എവിടെയോ പൈസ കൊടുത്ത് കണ്ട് ആകെ വയന്ന് പോകാൻ പറഞ്ഞു, ഉസ്താദ് വെച്ച് ലാഭമൊന്നും വേണ്ട, നഷ്ടം കിട്ടാൻ ഞാൻ മതിയാണ്. ലാഭമൊന്നും വേണ്ട, ഛേദം കിട്ടാൻ ഞാൻ മതിയാണ്. അപ്പൊ ഏത് കച്ചവടത്തിലേക്ക് കൂടിന്? ഞാൻ ഉസ്താദെ കറലച്ചവടത്തിലാ കൂടി. ഞാൻ പറഞ്ഞു ഓനോട് തമാസക്ക്, ചങ്ങായി കറലച്ചവടം എന്നൊന്നും പറഞ്ഞ ഇപ്പത്തെ കാലത്ത് നടക്കണ സംഗതി അല്ലത്. കാരണം കറലച്ചവടം എന്ന് പറഞ്ഞാല് ഇപ്പൊ 5 മാസം ലാഭം കൊടുത്ത് 6ാമത്തെ മാസം ഇപ്പൊ കുറച്ച് നഷ്ടത്തിലാണ്. എന്നാലും അൽഹംദുലില്ലാഹ് ചിരിച്ചു പോരാൻ കഴിയണം. നമ്മള് ലാഭേ നോക്കിയിട്ടുള്ളൂ കൊടുത്തപ്പോ, ഛേദം നോക്കിയിട്ടില്ല.
അപ്പോ 5 മാസം ലാഭം വാങ്ങിയ മനുഷ്യനോട് ഈ ഒരു മാസം കുറച്ച് നഷ്ടാന്ന് പറഞ്ഞാൽ അടുത്ത അന്നോ കുറച്ച് ചൂടായി പോരും, പിറ്റേന്ന് കൈക്കോട്ട് എടുത്തിട്ടാ ചെല്ല. അങ്ങനത്തെ ഒരു കർമ്മച്ചോടലാക്ക മനുഷ്യന്മാര് നന്നായ കാലത്തേക്ക് പറഞ്ഞതാ. സഹോദരന്മാരെ, ദിർഹം ദീനാർ എപ്പോഴും മനുഷ്യന് ടെൻഷൻ നൽകുകയാണ്. അത് മനുഷ്യനെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന സംഗതികളാണ്. മനുഷ്യൻ ഉരുകി തീരുന്ന സങ്കടപ്പെടുന്ന സമയങ്ങളാണ് അല്ലേ? ചില മനുഷ്യന്മാരുടെ അടുത്തൊക്കെ നമ്മൾ വല്ല ദീനിയായ സംഗതിക്ക് പിരിവിനും ചെന്നാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുറെ നല്ല മനുഷ്യന്മാരുണ്ട്, മക്കൾക്ക് വേണ്ടിയല്ല ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന മഹാന്മാരായ കുറെ വിശ്വാസികൾ. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ, ബർക്കത്ത് നൽകുമാറാവട്ടെ. എന്നാലും ചില മനുഷ്യന്മാരുണ്ട്, അവരടുത്തേക്ക് വല്ല പിരിവിനാണ് ചെന്നാല് മൂപ്പരെ ടെൻഷൻ കെട്ട് കേൾക്കാൻ തുടങ്ങിയാൽ നമുക്ക് തോന്നും അതുവരെ പിരിച്ചതൊക്കെ മൂപ്പരെ ഏൽപ്പിച്ചു പോരാ, എന്നാ മൂപ്പരെ സങ്കടം തീർന്നിട്ടല്ലോ. അത്രക്ക് ടെൻഷനില്ല മൂപ്പര്. നമ്മള് ടെൻഷനായത് 10 മൂലേറ്റിയൊക്കെ അരി വാങ്ങണ സംബന്ധിച്ച, മൂപ്പര് 10 ഏക്കറെ രജിസ്റ്ററാക്കണ സങ്കടത്തില. രണ്ടും ടെൻഷൻ തന്നെയാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ദിർഹം മനുഷ്യന് ടെൻഷനേ നൽകൂ. അമ്മാണ് അതിന്റെ കൂടെ പറപ്പ്. ദീനാർ നരകത്തിലേക്കുള്ള റൂട്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് ജനിച്ചു വീഴുന്ന സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് പിശാചിന്റെ കേന്ദ്രങ്ങളിൽ വിരലിപ്പാടുകൾ ഉണ്ടായി. പിശാചിന്റെ കോട്ടകളിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മത്തിനു ശേഷം ശൈത്താന്റെ അടുത്ത് ചെന്നുകൊണ്ട് അനുയായികൾ കേസ് പറയുകയാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ പണ്ടത്തേതുപോലെ ഫലിക്കുന്നില്ല, നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പത്തേതുപോലെ ഉപകാരപ്പെടുന്നില്ല. സഹോദരന്മാരെ, ശൈത്താനോട് കേസ് പറയാം. അപ്പൊ ശൈത്താൻ പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടണ്ട, ഖദ് ബുഇസ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ മൈലേജ് കുറഞ്ഞത് അള്ളാന്റെ ഹബീബ് ജനിച്ചതുകൊണ്ടാ. ഏതായാലും നിങ്ങൾ കാത്തുന്നോളി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു തആല സൗകര്യങ്ങളും സമ്പത്തുകളും കൊടുക്കുന്ന ഒരു കാലം വരാനുണ്ട്. അന്ന് നമുക്ക് നന്നായി കൈകാര്യം ചെയ്യാം. ഇപ്പൊ കുറച്ച് കാത്തുന്നോളൂ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിന് അല്ലാഹു തആല സൗകര്യം ചെയ്ത കാലം വന്നാൽ ആ സമയത്ത് അവരെ നശിപ്പിക്കാം, ആ സമയത്ത് അവരെ തകർത്തു കളയാം. ഇപ്പൊ നമ്മൾ അവിടെയുള്ള മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധാർമികമായ സാംസ്കാരികമായ മൂല്യശോഷണങ്ങളുടെ അടിവേരുകൾ പരിശോധിച്ചു നോക്കിയാൽ അനിയന്ത്രിതമായി നമ്മിലേക്ക് കടന്നു വന്ന സമ്പത്തിന്റെ ഉറവിടങ്ങളാണ് എന്ന് അനായാസം നമുക്ക് വിലയിരുത്താൻ കഴിയില്ലേ സഹോദരന്മാരെ? എന്താണ് മുസ്ലിം സമൂഹത്തിലെ സാഹചര്യങ്ങൾ? ഗൾഫിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല ആളുകളും വളരെ സങ്കടത്തോടെ പറയും, ഉസ്താദേ 25 കൊല്ലായി ഞാൻ ഗൾഫിൽ വന്നിട്ട് താടിയും മുടിയും നരച്ചുപോയി. ഒരാൺകുട്ടിയാണ് എനിക്ക് അല്ലാഹു തആല തന്നത്. SLC വരെ അവൻ നല്ല പഠിത്തമുള്ളവനും അച്ചടക്കമുള്ളവനുമാണ്. +1 പോകാൻ തുടങ്ങിയതോടുകൂടെ അവന്റെ സ്വഭാവം മെല്ലെ മെല്ലെ മാറിപ്പോയി. അവന്റെ സംസ്കാരങ്ങളും മുടിവെട്ടുകളും വസ്ത്രധാരണകളും മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. പക്ഷേ ഡിഗ്രിയാകുമ്പോഴേക്ക് അവൻ പറ്റ നശിച്ചുപോയി. എന്നും ഭാര്യയുടെ ഫോണാണ്. മകൻ നേരത്തിന് വീട്ടിലെത്തുന്നില്ല, മകൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല, അവൻ എവിടെ പോകുന്നു എതിലെ വരുന്നു എന്നറിയുന്നില്ല. എല്ലാ സമയത്തും മൊബൈലിന്റെ പിറകെയാണ്, എല്ലാ സമയത്തും കൂട്ടുകെട്ടിന്റെ പിറകിലാണ്. എന്നും ഭാര്യയുടെ പരാതിയാണ്, ഉസ്താദേ ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? 25 കൊല്ലക്കാലം ഞാൻ ഇവിടെ ജീവിച്ച് എന്റെ താടിയും മുടിയും നരച്ചു പോയത് ആ മകന് വേണ്ടിയാണ്.
സങ്കടപ്പെടുന്നവരെത്രയാണ്. അല്ലാഹു ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും മക്കളെ അല്ലാഹു തആല നമുക്ക് പരീക്ഷണമാക്കാതിരിക്കട്ടെ. ഉമ്മമാരെ, എവിടെയാണ് അപകടം സംഭവിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഭർത്താക്കന്മാര് ഗൾഫിൽ നിന്ന് നമുക്ക് പണമയക്കുന്നു. ആ കയ്യിൽ കിട്ടുന്ന പണം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്നറിയാതെ നമ്മൾ ദൂർത്തടിച്ച് കളയുന്നു, നമ്മളത് നശിപ്പിച്ച് കളയുന്നു. മകന്റെ കയ്യിൽ എത്ര കാശ് കൊടുക്കണമെന്നറിയില്ല, മകൻ എന്തൊക്കെ വാങ്ങിക്കൊടുക്കണമെന്നറിയില്ല, സാമ്പത്തികമായി മകനോടെങ്ങനെ പെരുമാറണമെന്നറിയില്ല. അല്ലാഹു തന്ന നിഅമത്ത് കൊണ്ട് മതിമറന്നുപോയി. 15 ദിവസം പായയിലിരുന്ന് ഖുർആൻ ഓതിയ ഉമ്മ, 15 ദിവസം രാത്രി നിസ്കരിച്ച ഉമ്മ, 15ാമത്തെ നോമ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു തആല കോടാനക്കോടി ജനങ്ങളെ നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന 10 അത് ഷോപ്പിങ്ങിന്റെ 10 മാറ്റിയില്ലയോ? പണം കയ്യിൽ കിട്ടിയപ്പോൾ നമ്മെ സാംസ്കാരികമായി നശിപ്പിക്കാൻ നമ്മുടെ ശത്രുക്കൾക്ക് സാധിച്ചില്ലയോ? മുസ്ലിം സമുദായത്തിന്റെ ആഘോഷ ദിവസങ്ങൾ വന്നാൽ മലബാറിന്റെ മാപ്പിള തെരുവുകൾ കൈയടക്കിയത് മഹിളമാരല്ലേ? ആരാണ് ഈ വൃത്തികേട് പഠിപ്പിച്ചത്? ആരാണ് ഈ തോന്നിവാസം പഠിപ്പിച്ചത്? വിശുദ്ധ ഇസ്ലാമിന്റെ ആത്മചൈതന്യത്തെ കൃത്യമായി വേട്ടയാടാനുള്ള കുതന്ത്രങ്ങളുമായി പ്രചണ്ഡമായ പരസ്യങ്ങളിലൂടെ കച്ചവടക്കണ്ണിനപ്പുറം നമ്മെ സാംസ്കാരികമായി തകർക്കാൻ, നമ്മെ ആത്മീയമായി തകർക്കാൻ, വിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യവത്തായ കുടുംബ സങ്കല്പങ്ങളുടെ മുമ്പിൽ കൈകോട്ടുകൊണ്ടത് കൊത്തിയിളക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കള് പണത്തിന്റെ സ്വാധീനത്താൽ നമ്മെ വലിച്ചഴച്ചു കൊണ്ടുപോയി തെരുവുകളിലേക്ക് എറിഞ്ഞില്ലയോ ഉമ്മമാരെ? ആയിത്തിക്കിന്റെ 10 ഷോപ്പിങ്ങിന്റെ 10 മാറ്റിയില്ലയോ? എവിടെയാണ് അപകടം സംഭവിച്ചത്? ആരാണ് നമ്മെ നശിപ്പിച്ചതെന്ന് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതില്ലയോ? ഗൾഫിൽ നിന്ന് പണം വരുമ്പോൾ പണമുള്ളവന്റെ ഭാര്യ തെരുവിലിറങ്ങി. കുടുംബത്തിൽ ആണുങ്ങളില്ലേ വസ്ത്രം കൊണ്ടുപോയി കൊടുക്കാൻ? മാന്യന്മാരായ ആണുങ്ങൾക്ക് യോജിച്ച പണിയാണോ ഇത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ പെരുന്നാളിന് ശേഷം ഒരു ഉസ്താദിനോട് പറഞ്ഞു, മൂല്യരെ കഴിഞ്ഞ പെരുന്നാൾക്ക് കുട്ടിയൊക്കെ ഒന്നും വാങ്ങിയിട്ടില്ല. എന്തേ വാങ്ങാൻ? ഒന്നും അല്ല, 3-4 ടെക്സ്റ്റൈൽസിന്റെ മുന്നിലൊക്കെ പോയി നോക്കി, വാതൊക്കെ ചെന്ന് നോക്കിയപ്പോ എനിക്ക് തോന്നി ഇപ്പാണ് കേറിയാലും ഒളു മുറിയാതെ ഇങ്ങോട്ട് ഇറങ്ങാൻ കൂടൂല. ആ ഒളു മുറിയണത് പേടിച്ചിട്ട് ഞാൻ മക്കൾക്കൊന്നും വാങ്ങിയിട്ടില്ല. കാരണം തുണിഷാപ്പിൽ മുഴുവൻ പെണ്ണുങ്ങളാണ്. ഗൾഫിൽ നിന്ന് പണം ഇങ്ങനെ വരുമ്പോ മൂപ്പത്തിക്ക് വല്ല വിവരമുണ്ടോ അതെങ്ങനെ കിട്ടുന്നതാണ്? സുബ്ഹാനല്ലാഹ്, ഈ റമളാൻ മാസത്തിലൊക്കെ ചുടുകാറ്റേറ്റ് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മര്യാദയ്ക്ക് മനോഹരം ചെയ്യാൻ പോലും കഴിയാത്ത നാട്. അല്ലാഹു നമ്മുടെ പ്രവർത്തകന്മാർക്കും സുഹൃത്തുക്കൾക്കും ഗുണകാംക്ഷികൾക്കും ആരോഗ്യം നൽകുമാറാവട്ടെ, മനസ്സമാധാനം നൽകുമാറാവട്ടെ, കുടുംബത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. മൂപ്പത്തിക്കൊരു വിവരമല്ല. അവിടുന്ന് നമ്മൾ പോരുമ്പോ 50,000 കടം വാങ്ങും. കാരണം എന്തായാലും 10 പിരിവരെ നമ്മൾ കാണണം. പിന്നെ കുടുംബക്കാരെ കണ്ണും മോറും തെളിയിക്കും വേണം. അതിനൊക്കെപ്പാട് അവിടുന്ന് കുറച്ച് കാശ് കടം വാങ്ങിയിട്ട് പോരാണ്. എയർപോർട്ടിലെത്തിയാൽ കുറച്ച് നല്ല വാസനയുള്ള സ്പ്രേയും വാങ്ങും, കുറച്ച് എകരയുള്ള ചെരുപ്പും വാങ്ങും. ബീവി കാണുന്നത് ഇതാ ഈ വാസന, ഈ ചെരുപ്പും. മൂപ്പത്തിന്റെ വിചാരം ഒക്കെ കുശാല. സുബ്ഹാനല്ലാഹ്, അവിടെ ചൂടേറ്റാണ്ട് തലമിന്നി വീണത് മൂപ്പത്തിന്റെ ഒക്കെ വല്ല വിവരമുണ്ടോ? അങ്ങനെ ഇവിടെ വന്നു ഒരു 2 മാസം കഴിയുമ്പോഴേക്ക് ഈ അവിടുന്ന് കടം വാങ്ങിക്കൊണ്ടെന്ന് കഴിഞ്ഞു. ഞാൻ അടുത്തൊരു ദിവസം ഗൾഫിൽ പിരിവിന് പോയപ്പോ പിരിക്കാൻ കഴിയണില്ല. കാരണം മുതലാളിമാരെ കാണണ്ടേ. ഒരു റൂമിൽ അട്ടിമലട്ടിയായിട്ട് ആൾക്കാർ ഇങ്ങനെ കടന്നുറങ്ങുക. എവിടെ പോയിട്ട് നമ്മൾ പിരിച്ച? ഇതാണ് അവസ്ഥ. അതിപ്പോ ഗൾഫുകാർക്ക് പറഞ്ഞാൽ പറ്റുമോന്ന് അറിയില്ല, എന്നാലും നമ്മളിത് അറിയേണ്ട സംഗതിയല്ലേ. ഗൾഫിൽ പോയി നോക്കുമ്പോ മുതലാളിമാരെ കാണല്ലേ. ഇവിടെ നമ്മൾ ഈ കടം വാങ്ങി ഉണ്ടാക്കിയ പേരന്റെ പേരും കണ്ട് അവിടെ ചെന്നതാ. സഹോദരന്മാരെ, സങ്കടമാണ്. അല്ലാഹു നമ്മുടെ ഗൾഫ് സുഹൃത്തുക്കൾക്ക് ബറക്കത്ത് നൽകുമാറാവട്ടെ, മനസ്സമാധാനം നൽകുമാറാവട്ടെ. എന്നാലും അവർ കുടുംബത്തിനൊരു ദീനിനൊരു ഈ നിലക്ക് ഇസ്ലാമിനുമായി കൂറു പുലർത്തുന്നവരാണ്. അങ്ങനെ ഗൾഫിൽ നിന്ന് പണം വരുമ്പോ മൂപ്പത്തിക്ക് വിവരം അറിയണില്ല. മൂപ്പത്തി ഇങ്ങനെ വരുമ്പോ ഈ പൈസയെ കാണുന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് പോകാനാവുമ്പോ 6 മാസത്തിനാ ചങ്ങായി വന്നത്.
പിന്നെ കാണാൻ ബന്ദിനേക്കാൾ സ്പീഡിൽ 2 മാസം കഴിഞ്ഞപ്പോ ടിക്കറ്റ് റെഡിയാക്കി പോണു. എന്തിപ്പോ പോണു? ഒന്നുമല്ല. വന്നപ്പോ എന്നാ പോണു ചോദിച്ചാ ആകെ ഗൾഫുകാർ വരുമ്പോ നമുക്ക് ചോദിച്ചാലുള്ളതാ എപ്പോഴേ വന്ന് എന്നാ പോണു. ഗൾഫുകാർക്ക് ഇത്ര ദേശീയമുള്ള ചോദ്യം വേറെ ഉണ്ടാവില്ല. എന്നേ വന്ന് എപ്പോഴാ പോണ്? ആ ചോദ്യത്തിന് വരുമ്പോ നമ്മൾ 6 മാസം എന്ന് പറയും. പിന്നെ പോണ വഴി കാണൂല. കാരണം എന്താ? അവിടുന്ന് കടം വാങ്ങിക്കൊണ്ടെന്ന കാശ് കഴിഞ്ഞാൽ അവിടെയും മുയിപ്പിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണില്ല, അവിടെയും നിൽക്കാൻ കഴിയണില്ല. ഗൾഫുകാരനായി പോയില്ലേ. പിന്നെ ഇവിടുന്ന് ടിക്കറ്റിന് വേറെ കടം വാങ്ങാണ്. ഇങ്ങനെ ഉരുകിത്തീരുന്ന മനുഷ്യന്മാർ, ആ കുടുംബത്തിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ ആ മനുഷ്യന്റെ സങ്കടം എവിടെയാണ് കൊണ്ടുപോയി വെക്കുക? കുടുംബിനികളാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ആത്മാർത്ഥമായും പക്വതയോടുകൂടെയും ബോധത്തോടുകൂടെയും അള്ള തന്ന പണം ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കുടുംബം കുട്ടിച്ചോറാകാൻ വേറെ എവിടെയും പോകേണ്ടതില്ല. പക്ഷേ ഇനിയിപ്പോ നാട്ടിലാണുങ്ങൾ ഉണ്ടെങ്കിൽ എന്താ സ്ഥിതി? മൂപ്പര് പെങ്കൂസനായി പെരയെ കുത്തിർക്കും, കുടിക്കാരത്തിനാണ് പറഞ്ഞയക്കും, തെരുവിൽ തുണിശാപ്പ് എടുക്കാം, ഊസുറും പുളി ഉണ്ടെങ്കിൽ ചെയ്യുക പണി. ആണുങ്ങൾ പെരയെ കുത്തിർക്കുക, പെണ്ണുങ്ങളെ തണ്ടാൻ പറഞ്ഞേക്കുക, തുണിങ്കുപ്പായ എടുക്കാൻ. നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞാലും എന്നറിയില്ല. പറ്റിയാലും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല, ഞാനൊരു മണിക്കൂറിൻ്റെ ഉള്ളിൽ പോകും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതിനേക്കാളും പറ്റാത്തത് പറഞ്ഞിട്ട് നമ്മൾ പോകലുണ്ട്. അപ്പോ ആലോചിച്ചു നോക്കൂ നിങ്ങള്. അപ്പൊ ആണുങ്ങളെ പറഞ്ഞിട്ടും കാര്യമല്ല. നമ്മൾ എത്ര വില കൂട്ടി നല്ല സാധനം കൊണ്ടുവന്നാലും മൂപ്പത്തിന്റെ അടുത്ത് സാധനം എത്തിയാൽ ഒരു പുള്ളി കമ്മിയായിക്കാരം. എന്നാ മൂപ്പത്തിക്ക് പൈസ കൊടുത്താണ് വിട്ടാലോ? ഇവിടുത്തെ പെണ്ണുങ്ങളെ പറ്റി അല്ലേ നിങ്ങൾ വല്ല സ്വതക്കും കൊടുക്കാണ്ടേ കൊടുത്തോളി. എന്നാ മൂപ്പത്തിന്റെ അടുത്ത് പൈസ കൊടുത്ത് വിട്ടാണ്ടല്ലോ, കണ്ണ് കാണൂല നമുക്ക് നോക്കി, എന്നാലും വേണ്ടില്ല, സാധനം മുന്തിയതാ. അപ്പൊ പിന്നെ നമ്മളും കരുതും കടക്കട്ടോളാണ് കൊണ്ടുപോയി, ആ സൊയിലക്കേട് തീരുമല്ലോ, എന്നാ പൈസ അജ്ജാണ് പോയിക്കൂടുകയാണ്. പിന്നെ ഇപ്പൊ അടുത്ത് ഞാൻ ഇപ്പോൾ ഒരു ദിവസം ബാഗ് പറഞ്ഞപ്പോൾ ഒരുത്തം ബാഗ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, ഉസ്താദേ ഷോപ്പിംഗ് ആണ്, മാങ്ങാൻ പോണത് മാത്രല്ല പിന്നെ മടക്കി കൊടുക്കാൻ പോണതുണ്ട്. ഒരു ദിവസം വാങ്ങിക്കൊണ്ടുവരാന് പിറ്റേ ദിവസം മടക്കി കൊടുക്കാന് ടാക്സേഴ്സുകാർക്ക് പിന്നെ ഇതെങ്ങനെയൊക്കെ ഒത്തുപോണ്ടേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. പണം നമ്മ കൈകാര്യം ചെയ്യുന്ന കോലം. മക്കൾ അതപ്പതിച്ചു പോകുന്നു, കുടുംബം തകർക്കപ്പെടുന്നു, സാംസ്കാരികമായ തകർച്ചകൾ സംഭവിച്ചു പോകുന്നു. വില്ലനാരാണ്? അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തിന് അല്ലാഹു തആല സമ്പത്ത് കൊടുക്കുന്ന കാലം വരുമ്പോൾ, സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും കൊടുക്കുന്ന കാലം വരുമ്പോൾ അവരെ നമുക്ക് നശിപ്പിക്കാം, അവരെ നമുക്ക് തകർത്തു കളയാം. ശൈത്താന്റെ കുതന്ത്രം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ടോ? അല്ലാഹു കാക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അപകടമാണ്. ആലോചിക്കണം. ഈ അടുത്ത കാലത്ത് ഒരു ക്ലാസ് റൂമിലെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ടീച്ചർ ഒരു മൊബൈൽ ഫോൺ പിടിക്കണം. ആ മൊബൈൽ ഫോണിലെ ബ്ലൂടൂത്ത് വഴി സഹപാഠിയുടെ മൊബൈലിലേക്ക് എന്തോ കൈമാറുക. ടീച്ചർ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ നഗ്നഭാഗം മൊബൈലിലേക്ക് പകർത്തുക. ധാരതാ മോനെ ചിത്രം എവിടുന്ന് കിട്ടിയതാ? കുട്ടി കൂളായിട്ട് പറഞ്ഞു, ഉമ്മ കുളിക്കുമ്പോ ബാത്റൂമിൽ നിന്ന് എന്റെ മൊബൈലിലൂടെ പകർത്തിയതാ. ഈ മൊബൈൽ വിലപിടിപ്പുള്ള ആധുനിക സാങ്കേതിക മികവുകളുള്ള മൊബൈൽ എവിടുന്ന് കിട്ടി? +2 പരീക്ഷയിൽ ജയിച്ചപ്പോ ഗൾഫിൽ നിന്ന് ബാപ്പ തന്ന സമ്മാനം, പിതാവ് തന്ന സമ്മാനം കൊണ്ട് മാതാവിന്റെ മാറിടം പകർത്തി സഹപാഠിയുടെ മൊബൈലിലേക്ക് കൈമാറുന്ന കുടുംബത്തെ സൃഷ്ടിച്ചതാരാ? അല്ലാഹു പണം തന്നപ്പോ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാതെ പോയി. ഇതെന്ത് ചെയ്യണമെന്ന് നമുക്ക് ബോധമില്ലാതെ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. പണം ഒരിക്കലും നമ്മ അന്ധരാക്കി മാറ്റിക്കൂടാ. ഒരു വഴിക്ക് നന്നായി അല്ലാഹു തആല പണം തരുന്നു, മറ്റൊരു വഴിക്ക് അത് സന്തോഷത്തോടെ കൊടുക്കുന്നു. എത്ര നിറഞ്ഞ മനസ്സുള്ള മനുഷ്യനാണ്! അങ്ങനെ എത്ര മനുഷ്യരാണ്, സഹോദരങ്ങളാണ് ദീനിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നത്. അല്ലാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു അവർക്കൊക്കെ ആരോഗ്യം നൽകട്ടെ, അവരുടെ കുടുംബത്തിൽ അല്ലാഹു സന്തോഷം പകരട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ കൃത്യമായി നിസ്കാരത്തിന് വരാറുള്ള സഅലബ വളരെ പട്ടിണിയായ മനുഷ്യനാണ്, വളരെ വിഷമം പിടിച്ച മനുഷ്യനാണ്. അള്ളാന്റെ ഹബീബിനോട് വന്ന് പറയും, നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുതലിൽ ബർക്കത്ത് ഉണ്ടാകാനൊന്ന് ദ്വാരന്നു തരണം.
ഹബീബ് പറയും, സൈലബ ദുനിയാവല്ലേ, എങ്ങനെയൊക്കെ ജീവിച്ചു പോയാ പോരെ, ദുനിയാവിലെ സുഖങ്ങൾ സുഖമല്ല സൈലബ, ഇതൊക്കെ മതി. ഇത് കേൾക്കുമ്പോ സൈലബത്ത് മടങ്ങിപ്പോവും. വീണ്ടും വരും, നബിയെ ബർക്കത്തിനൊന്ന് ദ്വാരം നേരണം, ജീവിക്കാൻ കഴിയുന്നില്ല. അവസാനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈലബത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു. സൈലബത്തിന്റെ മുതലിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തു പോയി. സൈലബത്തിന്റെ ആടുമാടുകൾ വളരാൻ തുടങ്ങി. നന്നായി നിസ്കാരത്തിനെത്തിയിരുന്ന സൈലബത്തിന് ജമാഅത്ത് മുടങ്ങിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, കച്ചവടത്തിന് തിരക്ക് കൂടിയപ്പോ തറാവീഹ് മുടങ്ങുന്ന സ്വഭാവം, കച്ചവടത്തിന് തിരക്ക് കൂടിയപ്പോ അൽക്കാഫ് മുടങ്ങുന്ന സംസ്കാരം. അല്ലാഹു തആല ആടുമാടുകളിൽ ബറക്കത്ത് കൊടുത്തപ്പോ സൈലബത്തിന് ജമാഅത്ത് മുടങ്ങി. സൈലബത്തിനെ പറഞ്ഞിട്ട് കാര്യമല്ല, ആടുകൾ ഒരുപാടുണ്ട്, തീറ്റാൻ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴേക്ക് സമയം കുറയാകുകയാണ്. അവസാനം ആട് കൂടുകയാണ്. അപ്പൊ എന്തായി, ജമാഅത്തിന് എത്തിയിട്ടില്ലെങ്കിൽ പള്ളിക്കലും വന്ന് മുടങ്ങുകയാണ്. പിന്നെ പള്ളി തന്നെ കാണില്ല. പിന്നെ ഏകദേശം നമ്മളെയൊക്കെ മാതിരി വെള്ളിയാഴ്ച പൂക്കാരനായി മാറി. വെള്ളിയാഴ്ച പോയി വന്നു നിൽക്കുന്ന സ്വരം. പക്ഷെ ആട് കൂടി അടുത്തൊന്നും തീറ്റ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ ദൂരേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ജുമുഅക്ക് പോലും സൈലബത്തിനെ കാണാനില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ, ലോകത്തെ ഏറ്റവും മഹാനായ ഇമാമിന്റെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുന്ന സൗഭാഗ്യം എത്രയാണ്. സൈലബത്തിന് അല്ലാഹു തആല ബറക്കത്ത് കൊടുത്തപ്പോ ആ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുണ്ട്. അല്ലാഹു തആല സൗകര്യങ്ങൾ കൊടുക്കുമ്പോ ഖൈറ് മുടങ്ങുന്ന സ്വഭാവം അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉംറ വിസക്ക് ചെറുപ്പക്കാരൻ പോകുമ്പോ പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് ദ്വാരിപ്പിച്ച് എല്ലാ ഉലിയാക്കളെയും ആളർത്തേക്ക് ഫാത്തിഹ കൊടുത്ത് ആമീൻ പറഞ്ഞിട്ട് അപ്പം ഗൾഫ് പോണം. ഗൾഫിലെത്തി ഒതായിക്കാരന്റെ റൂമിൽ പണ്ടാരിപ്പണി കിട്ടി, ഒരു സീഡിയും കുറച്ച് പൈസയും കിട്ടി. തിരിച്ചു വന്നാ പിന്നെ അവന് കണ്ണു കണ്ണില്ല. പള്ളിക്കല മൂല്യര് ജാതിന്റെ പുറത്തായി, ബാപ്പിമി ഇസ്ലാമിന്റെ പുറത്തായി. ധിക്കാരം, പണം മനുഷ്യനെ കണ്ണു കാണാതെയാക്കുന്ന വൃത്തികേട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൈലബത്തിന് ഖൈറ് മുടങ്ങുന്നു. സൈലബത്തിനെ തീരെ കാണാനില്ലാതെയായി പോയി. സൈലബത്ത് സമ്പത്തിന്റെ പിറകിലായി പോയി. ആ സമയത്താണ് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങുന്നത്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. ഹബീബേ, അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് വാങ്ങണം നബിയേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാധുക്കളായ ആളുകൾക്ക് അവകാശപ്പെട്ട സമ്പന്നരുടെ മുതലിലെ സക്കാത്ത് വാങ്ങാനുള്ള സാമ്പത്തിക വ്യവസ്ഥ അല്ലാഹു തആല ഖുർആനിലൂടെ അവതരിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂതന്മാരെ പറഞ്ഞു വിടുകയാണ് സൈലബത്തിന്റെ അരികിലേക്ക്. ആ ദൂതന്മാര് ചെന്നിട്ട് പറയുന്നു, സൈലബാ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ദൂതന്മാരാണ്. അല്ലാഹുവിന്റെ ഹബീബിന് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ടോ? സാധുക്കളായ ആളുകൾക്ക് അവകാശപ്പെട്ട സമ്പന്നരിലെ സക്കാത്തിന്റെ ക്രമത്തെ, ആ സക്കാത്തിന്റെ ശതമാനം വാങ്ങിയിട്ട് സാധുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, നിങ്ങളെ സമ്പത്തിൽ നിന്നുള്ള സക്കാത്ത് ബൈത്തുൽ മാലിലേക്ക് കൊണ്ടുപോകാൻ വന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദൂതന്മാരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശപ്രകാരം വന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ദൂതന്മാര് സൈലബത്തിനോട് പറയുമ്പോൾ സൈലബത്തിന്റെ മറുപടി എന്താ? സൈലബത്ത് പറഞ്ഞു, ഞാൻ പട്ടിണിയും പായ്യരായി കഴിഞ്ഞൂടിയ കുറെ കാലുണ്ട്. ഇനി അന്ന് ഈ സക്കാത്തും വണ്ടിയും വലിയൊന്നും ഉണ്ടായില്ല. എനിക്ക് 10 ആടുംകുട്ടികൾ ഉണ്ടായപ്പോൾ അപ്പ സക്കാത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആ ദൂതന്മാരോട് സൈലബ പറഞ്ഞു, എനിക്ക് 10 ആടുംകുട്ടികൾ ഉണ്ടായപ്പോൾ അപ്പോ സക്കാത്തും കൊണ്ടാൻ വണ്ടി ഉണ്ടാകാൻ തുടങ്ങി. ഇന്ത്യക്കൊന്നും മുതല് കിട്ടൂല. അതങ്ങനെയാണ്. കൊടുക്കാൻ കരുതാത്തവൻ പിന്നെ അതിനോരോ ന്യായം ഉണ്ടാവും. കൊടുക്കാൻ കരുതിയോനാണെങ്കിലോ ഒരു ന്യായം ഉണ്ടാവില്ല. ഓൻ കൊടുക്കണോൻ എന്നെ കാരണം. കൊടുക്കാത്തവനാണെങ്കിൽ ഓൻ ഓരോ ന്യായം ഉണ്ടാവും. എവിടെ റെസീറ്റ്, എവിടെ എന്റെ സീറ്റ്, ഏതാ ഗ്രൂപ്പ്, ഏതാ ഗുണ്ടാൻ വണ്ടി ചോദിച്ചിട്ട് ഓനെന്താ ഓൻ ഈ കൊടുക്കണീന്ന് കഴിച്ചിലാക്കാൻ വേണ്ടി. സൈലബത്ത് പറഞ്ഞു, ഈ പരിപാടിയൊന്നും അള്ളാഹ്ക്ക് അറിയില്ലേ?
എന്റെ മുതലിൽ നിന്ന് സക്കാത്തില്ല. നഊദു ബില്ലാഹ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. മനുഷ്യനെ അല്ലാഹു തആല സമ്പത്ത് നൽകി പരീക്ഷിക്കുന്ന ഘട്ടങ്ങൾ, മനുഷ്യനെ അല്ലാഹു തആല ദുനിയാവിൽ പരീക്ഷിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ് സമ്പത്ത്. ആ സമ്പത്തിൽ ഒരിക്കലും പിശാചിന് ഇടപെടാനുള്ള ചാൻസ് വരല്ല. പരിശുദ്ധ റമദാൻ നന്നായി സ്വതക്ക ചെയ്യേണ്ട സമയമാണ്. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ രാവുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് സ്വതക്ക ചെയ്ത സമയങ്ങളാണ്. ധാരാളമായി മനുഷ്യന്റെ സമ്പത്ത് സഹജീവിയുടെ ഹൃദയത്തിലേക്ക്, അവന്റെ ജീവിതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് റമദാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന മനുഷ്യൻ, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്ത മനുഷ്യൻ, അള്ളാഹുവിന്റെ നിഅമത്തുകൾ അനുഭവിച്ചുകൊണ്ട് ഭൗതിക ലോകത്ത് ശൈത്താനോട് സമരത്തിലേർപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന്റെ മുമ്പിലതാ ജിഹാദുൽ അക്ബറിൽ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ, ജിഹാദുൽ അക്ബറിൽ അവന് വിജയം നേടാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള ശത്രുക്കളൊന്നും ശത്രുക്കളല്ല, ബാക്കിയുള്ള ശത്രുക്കളൊന്നും പ്രതിസന്ധിയല്ല. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ബാഹ്യമായ ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ സഹായം ലഭിക്കാൻ പിശാചിനോടുള്ള ആത്മസമരത്തിൽ അവൻ വിജയിച്ചേ പറ്റൂ. മനുഷ്യന് വിജയിക്കാനുള്ളത് ആയുധങ്ങളെ കൊണ്ടല്ല. അതല്ലേ വിശുദ്ധമായ ബദർ നമ്മെ പഠിപ്പിച്ചു തരുന്ന ആശയോ. ആ ബദറിന്റെ യുദ്ധത്തിൽ നമ്മൾ കാണുന്നതും മറ്റൊന്നല്ലല്ലോ, അല്ലാഹുവിന്റെ ഹബീബും അനുയായികളും അപാലവൃദ്ധം വരുന്ന ശത്രുക്കളോട് അടരാടാൻ വേണ്ടി പോർക്കളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരെ കയ്യിൽ ആയുധങ്ങളില്ല, അവരെ കയ്യിൽ ആൾബലങ്ങളില്ല. ആബാലവൃദ്ധം വരുന്ന ശത്രു സമൂഹത്തോടുള്ള പോരാട്ട മണ്ണിലേക്ക് കടന്നു പോകുന്ന സ്വഹാബത്തിന്റെ കയ്യിലുള്ളത് ആത്മകരുത്ത് മാത്രമാണ്. ഒരാത്മീയ നേതാവിന്റെ തലോടലുകൾ ഏറ്റുവാങ്ങി അനുഭവിച്ചാസ്വദിച്ച് അടരാടാൻ പോകുന്ന സ്വഹാബ, വിശുദ്ധമായ റമദാനിൽ ആദ്യമായി നോമ്പ് നിർബന്ധമാക്കപ്പെട്ട സമയോ, ഒരു നേരത്തെ വിശപ്പടക്കി സുന്ദരമായി നോമ്പെടുക്കാനുള്ള അത്താഴത്തിന് വകയില്ലാത്ത സമയമാണ്. ആ സമയത്തല്ലയോ ശത്രുക്കളോട് പോരാട്ടത്തിന് വേണ്ടി പോകുമ്പോ വൈദ് നസറക്കുമുല്ലാഹു ബിബദർ, ആ ബദർ യുദ്ധത്തിൽ വെച്ച് അല്ലാഹു തആല സഹായിച്ചു പോയി. അല്ലാഹു തആല സഹായിക്കുകയാണ്. ആ സഹായം ശത്രുക്കൾക്ക് വരെ ബോധ്യപ്പെടുകയാണ്. ബദർ യുദ്ധക്കളത്തിലേക്ക് അതാ ശത്രുക്കൾ മുഴുവനും കടന്നു വരുന്നു. ആ ബദർ യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾ പോരുമ്പോൾ യുദ്ധത്തിലേക്ക് പോകുന്ന ശത്രുക്കളിൽ നിന്ന് ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെട്ടവനാണ് അബൂലഹബ്. അബൂലഹബ് പറഞ്ഞു, എനിക്ക് ചെറിയൊരു അസുഖമുണ്ട്, രണ്ടാളെ വണ്ടിക്കൂലി ഞാൻ തരാം, ഇന്നങ്ങട്ട് വെറുതെ വിട്ടളിയാർ. കാരണം അബൂലഹബിന് കുറച്ച് അന്തണ്ട്, ഓൻ അറിയാം അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ പോയ മാതിരി തിരിച്ചു വരാൻ കൂടിക്കൊള്ളുന്നില്ല. അബൂജഹൽ എന്ന് പറഞ്ഞ തനി പൊട്ടാടിയ അന്തങ്കമ്മയായാണ് പോയി കൊക്കിന്റെ മാതിരി കൊണ്ടറിഞ്ഞു. അതാ ഉണ്ടായത്. അബൂലഹബ് യുദ്ധത്തിന് പോകാതെ രക്ഷപ്പെട്ടു നിൽക്കുമ്പോ കഅബത്തിന്റെ അടുത്ത് ഇങ്ങനെ കുത്തിരിക്കാണ്. ബഹുമാനപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന കൊച്ചു സ്വഹാബി, ഖൽബിൽ ഈമാനുണ്ട്, ഈമാൻ പുറത്തു കാട്ടിയിട്ടില്ല. അബൂ റാഫി റളിയല്ലാഹു തആല അൻഹു കഅബത്തിന്റെ അടുത്ത് ഇരിക്കുമ്പോ യുദ്ധത്തിന് പോകാത്ത അബൂലഹബ് ബദർ യുദ്ധത്തിന്റെ വിവരങ്ങൾ ഇങ്ങനെ അയിലിതിലും വരുന്നത് കേട്ട് സഹിക്കാൻ കഴിയാതെ എന്നിങ്ങനെ വന്നുകാണ്ട് ഈ അബൂ റാഫി റളിയല്ലാഹുവിന്റെ അടുത്ത് ചാരിയാണ് കുത്തിരുന്നത്. പ്രതികരിക്കാൻ കഴിയൂല, തടി കേടരും, മിണ്ടാതിരുന്നു കുട്ടി. അങ്ങനെ അബൂലഹബ് അവിടെ വിഷണ്ണനായിരിക്കുമ്പോൾ അബൂ സുഫിയാൻ അങ്ങനെ വരുന്നുണ്ട്, ബദറിന്ന് ഓടാണ്. ബദറിന്ന് ഓടാനുള്ള കാരണം, തടി ബാക്കി കിട്ടാനുള്ള കാരണം, അല്ലാഹു തആലയുടെ നിർദ്ദേശം ബദറിന്റെ ബൗണ്ടറിക്ക് പുറത്ത് കടന്നോലെ കൈകാര്യം ചെയ്യേണ്ടെന്നാണ് മലക്കാക്ക് അല്ലാഹു കൊടുത്ത നിർദ്ദേശം. ആ ഒരു ആനുകൂല്യത്തിൽ കിട്ടിയ ഉടലേറ്റ് ഓടാണ് അബൂ സുഫിയാൻ. ഇടക്ക് തലമ തപ്പണുണ്ട്, ഉടലുമ തല ഉണ്ടോന്നുള്ളത്. ആ വരവ അബൂ സുഫിയാൻ, മക്കക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, പോകുമ്പോഴും കഅബത്തിങ്ങ വരും, വരുമ്പോഴും കഅബത്തിങ്ങല വരിക.
ആ വരവ് നേരെ വരിക, തലമ തപ്പിയിട്ട് ഇങ്ങനെ ഓടുക അബൂ സുഫിയാൻ കഅബത്തിന്റെ അടുത്ത്. വരുന്ന വരവിൽ അബൂ ലഹബ് ചോദിച്ചു, എന്തത്താ വർത്താനം? ചോദ്യം കേട്ടാൽ തന്നെ നമുക്ക് വിരാന്തടിച്ചു. മൂപ്പര് ഇവിടെ തടി കീടരാതെ കുത്തിരിക്കുക. അബൂ സുഫിയാൻ ഓടൽമ കിട്ടിയ തലയിട്ട് ഓടുക. അപ്പോഴപ്പന്റെ റിസൾട്ട് ചോദിച്ചല്ലേ അബൂ ലഹബിനോട്. അബൂ സുഫിയാൻ പറഞ്ഞു, ദത്താ കഥ, അതൊക്കെ ഇപ്പൊ പറയാതൊക്കെ നല്ലത്, സംഗതി എന്താന്ന് പറയും. അബൂ സുഫിയാൻ പറഞ്ഞു, പണ്ടൊരു ചെങ്ങായി തല്ലൂടാൻ പോയില്ലേ, തല്ലൂടിയിട്ട് റിസൾട്ട് എന്താന്ന് ചോദിച്ചു. ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടന്നെ, ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടന്നെ, അങ്ങോട്ട് കൊടുത്തേയില്ല എന്നതുപോലെ അബൂ സുഫിയാൻ പറഞ്ഞു, ഒരു ബെട്ട് ഇങ്ങോട്ടാണെങ്കിൽ ഒരു ബെട്ട് ഇങ്ങോട്ടന്നെ, ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടന്നെ. എവിടുന്നാണ് ആ ബെട്ട് എന്നൊരു പുടുത്തല്ല. ഇതാണ് കേട്ടപ്പോൾ ആ ബഹുമാനപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു തആല അൻഹു ഉള്ളില് മനസ്സിൽ വിശ്വാസമുണ്ട്. സുഹബത്തിന്റെ പവർ കൊണ്ട് കഅബത്തിന്റെ അടുത്ത് വെച്ച് ബദർ യുദ്ധം ലൈവായി കാണുകയാണ് ബഹുമാനപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു അൻഹു. അതങ്ങനെയാണ് മഹാന്മാരായ സ്വഹാബത്തിനും ഇമാമിങ്ങൾക്കൊക്കെ അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായ അറിവുണ്ട്. ആ അറിവ് പലതും ബുക്ക് വായിച്ച് കിട്ടിയ അറിവല്ല, അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ അറിവാണ്. നമ്മളെ നാട്ടിൽ ചില പോയത്തക്കാർ മനസ്സിലാക്കിയത് അഫ്ളലുൽ ഉലമ ബുക്ക് വായിച്ചപ്പോ എനിക്ക് കുറച്ച് കിട്ടിയിക്കണ് എന്ന മാതിരി ഏതോ ബുക്ക് വായിച്ചപ്പോ ഷാഫി ഇമാമിനും കുറച്ച് കിട്ടിയിക്കണ്. അപ്പൊ അഫ്ളലുൽ ഉലമീത്തെ ബുക്ക് കൊണ്ട് ഷാഫി ഇമാമിന്റെ ബുക്കിനാണ്ട് ഒഴിവാക്കാന്ന് വിചാരിച്ച പോയത്തക്കാരുണ്ട്. മഹാന്മാരായ സ്വഹാബിമാർക്കും ഇമാമിങ്ങൾക്കും അള്ളാന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ജ്ഞാനാണ്. അത് വെച്ചിട്ടാണ് ബദർ യുദ്ധത്തിലെ മലക്കുകളുടെ സാന്നിധ്യം കഅബത്തിന്റെ അടുത്ത് വെച്ച് അബൂ റാഫി റളിയല്ലാഹു തആല അൻഹു കണ്ട് ആസ്വദിക്കാണ്, പുറത്തു പറഞ്ഞിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാ അബൂ സുഫിയാന്റെ ഈ വർത്താനം, ഒരു ബെട്ട് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടന്നെ, ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടന്നെ, എവിടുന്നാണ് ഈ ബെട്ട് എന്നൊരു പിടുത്തമല്ല. സുബ്ഹാനല്ലാഹ്. ഇതാണ് കേൾക്കുന്നതോടുകൂടെ അബൂ റാഫി റളിയല്ലാഹു അൻഹു ഉള്ളിൽ വെച്ച വിശ്വാസം അറിയാതാണ് പുറത്തിയാടി. അങ്ങനെയല്ല, നമുക്ക് ചിലത് പറയണ്ടെന്ന് കരുതിയാലും അറിയാതാണ് പറഞ്ഞു പോകും. അതങ്ങനത്തെ ഒരു ടൈമാണ്. അങ്ങനെ അബൂ റാഫി റളിയല്ലാഹു അൻഹു ഇതാണ് പറഞ്ഞു, അതല്ലേ ആ മലക്കാളെ ബെട്ട് എന്നാണ് പറഞ്ഞത്. ദേഷ്യം കടിച്ചാൽ പിന്നെ വേറെ എവിടെയെങ്കിലും പോണം. ബഹുമാനപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു തആല അൻഹുവിനെ നന്നായി കൈകാര്യം ചെയ്തു. ഇത് കണ്ടപ്പോ മഹദിയായ ഉമ്മുൽ ഫദ്ൽ ബീവി റളിയല്ലാഹു തആല അൻഹ മൂപ്പത്തിയാർക്ക് സഹിച്ചില്ല. ഞങ്ങളെ നാട്ടിൽ പറയും വെറും കൊള്ളി, വിറകിന്റെ കൊള്ളി എന്നർത്ഥം. ആ വെറും കൊള്ളി എടുത്തിട്ട് ഒരു അടിയാണ് കൊടുത്തു അബൂ ലഹബിന്റെ പുറത്ത്. ആ അടി പിന്നെ ഒരു ചരിത്രത്തിലെ അടയാളപ്പെടുത്തലായി മാറുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഹബീബിനെ ആക്ഷേപിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇറക്കിയ മറുപടി തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അബൂ ലഹബിനാണ് നാശം. മാഗ്നാ അൻഹു മാലുഹു വമാ കസബ. അബൂ ലഹബിന്റെ സമ്പത്ത് അവന് ഉപകാരപ്പെടൂല. അബൂ ലഹബിന് അല്ലാഹു തആല സന്താനങ്ങളെ കൊടുത്തു എന്നത് ശരിയാണ്, അവന്റെ സന്താനങ്ങളും അവന് ഉപകാരപ്പെടൂല. അബൂ ലഹബിന്റെ ശരീരത്തിൽ അന്നേറ്റ അടി, ആ അടി മൂലമുണ്ടായ മുറിവ് ശരീരത്തിൽ വലിയ വ്രണങ്ങളായി മാറിപ്പോയി. ആ വ്രണങ്ങളിൽ നിന്ന് ചലവും രക്തവും ഒലിക്കാൻ തുടങ്ങി. വലിയ ദുർഗന്ധങ്ങൾ, വൃത്തികെട്ട മനുഷ്യാധമന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. ആരോഗ്യമുള്ള 2 മക്കളെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ മക്കളെ ഒന്ന് കുളിപ്പിക്കാൻ പോലും അബൂ ലഹബിന് കിട്ടുന്നില്ല. ആ മക്കളെ ഒരു ഉപകാരവും അബൂ ലഹബിന് ലഭിക്കുന്നില്ല. ആ പ്രായപൂർത്തിയായ ആൺകുട്ടികളെ അള്ളാന്റെ ഹബീബിന് അള്ളാഹു കൊടുക്കാത്തതിന്റെ പേരിലോ അള്ളാന്റെ ഹബീബിനെ ആക്ഷേപിച്ചവന്റെ ദുരന്തം കണ്ടോ. ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ മക്കളുണ്ടായിട്ട് ആ മക്കളെ ഉപകാരപ്പെടുന്നില്ല. അവസാനം ചങ്ങാതി ചത്തുപോയി. കുഴിച്ചിട്ടുണ്ട്, ഒരു മട്ടം മക്കൾക്കില്ല. നാട്ടുകാര് പറയാൻ തുടങ്ങി, അച്ഛനല്ലടോ ജീവൻ പോയതൊന്ന് കുഴിച്ചിട്ട് ശല്യം തീർത്തു തന്നൂടെ. അപ്പോഴാ അബൂ ലഹബിനെ കുഴിച്ചു മൂടാൻ മക്കള് തയ്യാറായത് എന്ന് ചരിത്രം പറയണം. കണ്ടോ നിങ്ങള്, അള്ളാന്റെ ഹബീബിനെ ആക്ഷേപിച്ചാൽ, മഹാന്മാരെ നിന്ദിച്ചാൽ മക്കളെ കൊണ്ടുള്ള ഉപകാരം അള്ളാഹ് തടയണം. അതുകൊണ്ടാണല്ലോ ഔലിയാക്കളെ ബഹുമാനിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ അവരെ തൊള്ളോണ്ട് തന്നെ പറയുന്നുണ്ട്, ബാപ്പ മരിച്ചാൽ കബറും പുറത്ത് പോകാൻ പാടില്ല, ബാപ്പാന്റെ കബർക്ക് ഒരു യാസീൻ കൊടുക്കാൻ പാടില്ല എന്ന്. അവരെന്നെ മക്കളെ പഠിപ്പിച്ച കിട്ടരുത് മക്കളെ കൊണ്ടൊരു യാസീൻ കബർക്ക്. കാരണം ഔലിയാക്കളെ ജാറത്തെ നിന്ദിച്ചോല.
അമ്പിയാക്കൾ അവഹേളിച്ചോല. അതുകൊണ്ട് അള്ളാഹ് അവരെ കൊണ്ട് തന്നെ അത് പഠിപ്പിക്കാണ്. ഞാൻ മരിച്ച കബർക്ക് ഒരു യാസീൻ തരരുത് പൊന്നു മോനെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, താന്തള്ളൊരു വാപ്പ പറയാ ഇത്തര പോയത്തക്കാരനായി മാറുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലുള്ള സഹനധർമ്മ സമരത്തിൽ വിജയം നേടിയ സത്യവിശ്വാസികൾ, ആ സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകുന്ന സൗഭാഗ്യം കണ്ടോ? അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം അവർക്ക് ലഭിക്കുകയാണ്. മാത്രമല്ല സഹോദരന്മാരെ, അവർ അല്ലാഹുവിലേക്കൊന്ന് കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ അല്ലാഹ് തട്ടുകയില്ല. എന്നാൽ സാധുക്കളായ നമ്മൾ എത്രയാണ് അള്ളാഹിനോട് ദുആ ചെയ്യുന്നതോ, സാധുക്കളായ നമ്മൾ എത്രയാണ് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നത്, നമുക്കുത്തരം കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹീമിനു അദ്ഹമെന്ന ഖോജാ റളിയല്ലാഹു തആല അൻഹു അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടി കൊട്ടാരം വിട്ടിറങ്ങിയ മഹാനാണ്. അള്ളാഹുവിനെ സ്വസ്ഥമായി റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി തെരുവിറങ്ങിയ, കാട്ടിലേക്ക് ഇറങ്ങിയ മഹാനാണ്. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ലിയാല ലികയ്യറാക. എന്റെ നാഥനായ റബ്ബിനെ കണ്ടെത്തുന്നതിന് വേണ്ടി, എന്റെ റബ്ബിനെ അറിയുന്നതിന് വേണ്ടി, എന്റെ റബ്ബിനോടുള്ള നന്ദി പ്രകടനം പരിപൂർണമാക്കാൻ വേണ്ടി എന്റെ കൊട്ടാരം എനിക്ക് തടസ്സമാണ്, എന്റെ സൗഭാഗ്യങ്ങൾ എനിക്ക് തടസ്സമാണ്, എന്റെ സന്തോഷങ്ങൾ എനിക്ക് തടസ്സമാണെന്ന് പറഞ്ഞു ബൽഗാ പട്ടണത്തിന്റെ അധികാര ചെങ്കോല് വലിച്ചെറിഞ്ഞ് കാട്ടിലേക്ക് ഇറങ്ങിയ മഹാൻ, സ്വന്തം കൈകളെ കൊണ്ട് വിറക് വെട്ടി അധ്വാനിച്ച് ജീവിക്കുന്ന മഹാൻ, ബഹുമാനപ്പെട്ട ഇബ്രാഹീമിനു അദ്ഹമെന്ന ഖോജാ റളിയല്ലാഹു തആല അൻഹു ഒരു നാട്ടിലെത്തുമ്പോൾ ആ മഹാന്റെ അരികിലേക്ക് നാട്ടുകാരോടി വരികയാണ്. അവര് വന്നിട്ട് പറയുന്നു, തങ്ങള് ഞങ്ങൾ ഒരുപാട് റബ്ബിനോട് ദുആ ചെയ്യുന്നവരാണ്, ഞങ്ങൾ ഒരുപാട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തുന്നവരാണ്, പക്ഷേ അല്ലാഹ് ഞങ്ങൾക്ക് ഉത്തരം തരുന്നില്ല, റബ്ബിൽ നിന്ന് ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹീമിനു അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എങ്ങനെയാ ജനങ്ങളെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക? എങ്ങനെയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് മറുപടി തരുക? ലിയന്ന ഖുലൂബക്കും മാതത് ബിയശിയാ, നിങ്ങളെ ഹൃദയം 10 കാര്യങ്ങളെ കൊണ്ട് മരിച്ചു പോയില്ലേ? നിങ്ങളെ ഹൃദയങ്ങൾ 10 കാര്യങ്ങളെ കൊണ്ട് മരിച്ചുപോയി. എന്നിട്ട് മഹാൻ ഒന്നൊന്നായി അവിടുത്തെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഒന്നാമതായി അവിടുന്ന് പറയുകയാണ്, ഇന്നക്കും അറഫ്തുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ അറിഞ്ഞവരാണ്, നിങ്ങൾ അല്ലാഹനെ വിശ്വസിച്ചവരാണ്. ഉടമയായ റബ്ബിന്റെ ഉടമസ്ഥതയെ അംഗീകരിച്ചുകൊണ്ടോ അടിമയായ നിങ്ങൾക്ക് ഉടമയായ റബ്ബിന് ചെയ്തു കൊടുക്കാനുള്ള ഇടപാടുകളെ കുറിച്ച് കൃത്യമായി അറിയുന്ന ജനങ്ങള്, ഫലം തുഅദ്ദു ഹുഖൂഖല്ലാഹ്, അല്ലാഹ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഹക്കടപാടുകൾ ചെയ്തു കൊടുത്തില്ലല്ലോ. റബ്ബിന് ചെയ്യേണ്ട ഹക്കടപാടിനെ കുറിച്ചറിഞ്ഞിട്ടോ ആ ഇടപാട് ചെയ്യാത്ത മനുഷ്യരെ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം തരൂല. വീണ്ടും മഹാൻ പറയുന്നു, സഅംതും മിന്നക്കും തുഹിബ്ബൂന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. അല്ലാഹനെ മഹബ്ബത്ത് വെക്കുന്നത് പോലെ റസൂൽ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ അടിമയും ഇടയാളനും എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വിശ്വാസികൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അതുപോലെ അല്ലാഹുവിനെ വഴിപ്പെടുന്നത് പോലെ
അള്ളാഹുവിന്റെ അടിമയും ഇടയാളനും എന്ന നിലക്ക് അള്ളാന്റെ ഹബീബിന് വഴിപ്പെടേണ്ടതാണോ? അള്ളാന്റെ പൊരുത്തം തേടുന്നത് പോലെ അള്ളാന്റെ അടിമയും ഇടയാളനും എന്ന നിലക്ക് അള്ളാന്റെ ഹബീബിന്റെ പൊരുത്തം തേടേണ്ടവനാണ് മുസ്ലിമോ. പക്ഷേ അള്ളാന്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്നു എന്ന് അവകാശപ്പെട്ടിട്ട് സുമ്മ തറക്തും സുന്നത റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അവിടുത്തെ തിരുചര്യയെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലയോ? നിങ്ങൾ അത് നഷ്ടപ്പെടുത്തിയില്ലയോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത് തേടേണ്ടവനാണ് സത്യവിശ്വാസി. മഹാന്മാരുടെ മഹബത്ത് തേടേണ്ടവനാണ് സത്യവിശ്വാസി. മഹദിയായ ബീവി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ മഹദി പറയുകയാണ്, സല്ലൈതു അൽഫ റക്അ, ഞാൻ 1000 റക്അത്ത് നിസ്കരിച്ചു പോയി. മാ ഉരീദു ബിഹാ സവാബാ, ആ 1000 റക്അത്ത് ഞാൻ നിസ്കരിച്ചത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കൂലി കിട്ടണമെന്ന് കരുതിയിട്ടല്ല, അങ്ങനെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ലിയസുറൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ ഹബീബിനെ സന്തോഷിപ്പിക്കാനാണ്. മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ ഹബീബ്, ഇൽമു നിങ്ങൾ പ്രവർത്തിച്ചോളൂ, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾ അമല് കാണുന്നുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോ മദീന റൗളയിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടത്തെ മഹബത്ത് വെച്ച് അവിടത്തെ സുന്നത്തിനോട് മഹബത്ത് വെച്ചുകൊണ്ട് ഞാൻ നിസ്കരിച്ച 1000 റക്അത്തിന്റെ പുണ്യം കണ്ടുകൊണ്ട് മദീന റൗളയിലെ മുത്തുനബി സന്തോഷിക്കട്ടെ. അതിനുവേണ്ടി 1000 റക്അത്ത് ഞാൻ നിസ്കരിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് പഠിപ്പിച്ച റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ നമുക്ക് നൽകുന്ന ഒരു കൾച്ചറൽ ഉണ്ടോ? നമുക്ക് നൽകുന്ന ഒരു പൈതൃകമുണ്ടോ? നമുക്ക് നൽകുന്ന ഒരു പാരമ്പര്യമുണ്ടോ? അതേ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, ഹബീബിന്റെ ഹദ്റത്തിലേക്ക് നമ്മൾ അയക്കുന്ന സുഹൃതങ്ങള്, ഹബീബിനെ മദീന റൗളയിൽ സന്തോഷം പകരുന്ന സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ഹബീബിന്റെ ജാറത്തിങ്കലേക്ക് ഹദിയ ചെയ്യുന്ന സംസ്കാരം മുഅ്മിനുകളും മുഅ്മിനത്തുകളും പകർന്നു തന്ന പാരമ്പര്യമാണ്. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യവത്തായ ആത്മചൈതന്യത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതുന്നു, നമ്മൾ മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് ഹദിയകൾ നൽകുന്നു. അത് അവരുടെ മഹബത്ത് തേടാനും കൂടിയാണ്, അവരുടെ സന്തോഷം കിട്ടാനും കൂടിയാണ്. അള്ളാഹുവിന്റെ മഹാന്മാരുടെ മദദ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ തരട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അതിനാണ് നമ്മൾ അസ്ഹാബുൽ ബദറിന്റെ ആണ്ടിന്റെ അന്ന് പോത്തിനെ അറുത്തിട്ട് അറുത്ത പോത്തിന്റെ കൂലി ബദരീങ്ങളെ ഹദ്റത്തിലേക്ക് കൊടുക്കുന്നത്. അവരെ മഹബത്ത് കിട്ടാനാണ്. അത് നിഷേധിക്കണ പോത്തിന് തിരിയണില്ല, എന്താ നമ്മൾ ചെയ്യാ? അതിനാണത്. ഇത് മുസ്ലിം ലോകത്തിന്റെ സംസ്കാരമാണ്, പാരമ്പര്യമാണ്, പരിശുദ്ധ ഇസ്ലാമിന്റെ ആത്മീയ അടിത്തറയാ. മഹാന്മാരായ ആളുകൾ നിങ്ങൾ നോക്ക്, ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, 1000 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് കൊടുത്തു. മദീന റൗളയിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് തേടുന്ന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ, സഅംതും അന്നകും തുഹിബ്ബൂന റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മനുഷ്യരെ, സുമ്മ തറക്തും സുന്നത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നിങ്ങൾ കൈയൊഴിഞ്ഞില്ലയോ? അല്ലാഹു നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം തരാനാ? ഖുർആൻ വീണ്ടും പറയുന്നു, ഖറഅതുൽ ഖുർആന വലം തഅമലൂ ബിഹി,
ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും അറിയുകയും ചെയ്ത വിശ്വാസികളെ, വലം തഅമലൂ ബിഹി, ആ ഖുർആൻ അനുസരിച്ചുള്ള അമൽ നിങ്ങളുടെ കർമ്മപദങ്ങളിലില്ല. മഹാൻ വീണ്ടും പറഞ്ഞു, അലിംതു നിഅമത്തല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾ നിങ്ങൾക്കറിയാം. ഫലം തുഅദ്ദൂ ശുക്റഹാ, ആ നിഅമത്തുകൾക്ക് നന്ദി നിങ്ങൾ ചെയ്തില്ലയോ? ആ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാത്ത മനുഷ്യർക്ക് അല്ലാഹ് എങ്ങനെ ഉത്തരം തരാനാ? മഹാൻ പറയുന്നു വീണ്ടും, ഖുൽതും മിന്ന ശൈത്താന അദുവക്കും, ശൈത്താൻ നിങ്ങളെ ശത്രുവാണെന്ന് നിങ്ങൾക്കറിയാം, പിശാച് നിങ്ങളെ കണ്ടകോടാലിയാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ പറഞ്ഞിട്ടെന്ത് ചെയ്യാനാ? വവാഫഖ്തുമൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പിശാചിനെ ശത്രുവായി കണ്ടിട്ടും ആ പിശാചിനെ നിങ്ങൾ അനുയായിയായി കണ്ടു, നേതാവായി കണ്ടു. ആ പിശാചിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലയോ? ഖുൽതും മിന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗ്ഗം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ വലം തഅമലൂ ബിഹി, ആ സ്വർഗ്ഗത്തിനുള്ള അമലൊന്നും നിങ്ങളിൽ കാണാനില്ല. ഖുൽതും മിന്നൻ നാര ഹഖ്ഖുൻ, നരകം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു. വലം തഹ്റുബൂ മിൻഹാ, ആ നരകത്തിൽ നിന്ന് ഓടാനുള്ള പരിപാടി നിങ്ങൾക്കില്ല. ഖുൽതും മിന്നൽ മൗത ഹഖ്ഖുൻ, മരണം സത്യമാണെന്ന് നിങ്ങൾ അറിയുന്നു. ആ മരണത്തിന്റെ ശേഷമുള്ള ഒരു ഇടപാടിനുമുള്ള ഒരു മനസ്ഥിതിയും ഒരു മൂലധനവും നിങ്ങളെ കയ്യിലിരിപ്പായില്ല. സ്വർഗം ചോദിക്കാത്ത ആരുമില്ല ഇവിടെ. വേണോന്ന് ചോദിച്ചാൽ ഓക്ക പറയാത്തോലുമില്ല. എന്നാ മരിക്കാൻ റെഡിയാണോന്ന് ചോദിച്ചാൽ ബേഗക്ക് നിൽക്കാത്തോലുമില്ല. സ്വർഗം കിട്ടണമെങ്കിൽ മരിക്കണം എന്ന് അറിയാത്തോലുമില്ല. ഇതാ നമ്മളെ കഥ. അപ്പൊ നമ്മൾ ഉറപ്പ് എന്ന് പറഞ്ഞാൽ കുറുപ്പിന്റെ ഉറപ്പാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം തരുമാറാവട്ടെ. ആഖിബത്തു നന്നായുള്ള മരണം നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ. മഹാൻ പറഞ്ഞു, നിങ്ങൾ അന്യരുടെ പോരായ്മന്റെ പിറകെ പോയി. നിങ്ങളെ പോരായ്മകൾ നിങ്ങൾ മറന്നു. അങ്ങാടിന്ന് ഓർഡർ എടുത്ത് 3 ആളുകൾ പോന്നു. ഒരാള് ബൈക്ക് ഇറങ്ങി 1 കിലോമീറ്ററിന് പോന്നപ്പോ ഒരാൾ പേരന്റെ അടുത്ത് ഇറങ്ങി. അവൻ ഇറങ്ങിയാ പിന്നെ ബാക്കിയുള്ള 2 ആൾക്ക് അവനെ പറ്റി നിരൂപിക്കണ പരിപാടിയാണ്. നമ്മൾ പറയലുണ്ട്, ഓന്റെ വേക്കിലും നേർക്ക് നേരെ നിന്നാ കുഴപ്പമില്ല, തിരിഞ്ഞിക്കരുത്, എന്നാ പിന്നെ നമുക്ക് ഭാര്യയാണ്. ഓട്ടോറിക്ഷയിൽ 3 ആള് പോന്നു, ബൈയിൽ ഒരാൾ ഇറങ്ങിയാ പിന്നെ ബാക്കിയുള്ള 2 ആൾക്ക് അവന്റെ പിറകെ കൂടുന്ന പണിയാണ്. കുറച്ചൊരു കിലോമീറ്റർ പോന്നാ പിന്നെ 2ാമത്തോനും ഇറങ്ങി, പിന്നെ ഡ്രൈവർക്ക് പോകാനും ആ പരിപാടി. 3ാമത്തോ ഇറങ്ങിയാ പിന്നെ ഡ്രൈവർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെല്ലും. പിന്നെ എന്തായാലും സുഖാണല്ലോ പരിപാടി. ഈ ഒരു അവസ്ഥ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഒരു പരിപാടി ഉണ്ട്. നാട്ടിൽ ആര് വന്നാലും താൻ ദാവൂദ് നബി അലൈഹിസ്സലാമാണ് എന്ന് പരിചയപ്പെടുത്താതെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, ഇവിടെ ദാവൂദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തെ പറ്റി എന്താ നിങ്ങളെ അഭിപ്രായം? നമ്മൾ ചോദിക്കലുണ്ട്, അതെന്തിനാ? നമുക്കൊരു സുഖമുള്ള വർത്താനം കേൾക്കാനാ. അങ്ങനെ മുമ്പ് ഒരു ചങ്ങായി പറഞ്ഞ സംഗതി നമ്മളെ ജാക്കി വെക്കാണ്, കുഞ്ഞാപ്പാണ്, ആക്കാണ് എന്നൊക്കെ നമുക്കറിയാം, എന്നാലും കേൾക്കുമ്പോ ഒരു സുഖമാണ് എന്നതുപോലെ മുഖസ്തുതി പറയുമ്പോ ഒരു സന്തോഷാണ്. എന്നാ എന്തെങ്കിലും പറ്റാത്ത പോരായ്മ ഒരാൾ പറഞ്ഞു നോക്കണം, ഓപ്പ ആരാ പറയാം, ഓപ്പ എന്തേ നന്നായി നീ നമ്മക്കറിയാലോ, അതാ അടുത്ത ഡയലോഗ്. എന്തായാലും ഒപ്പം നന്നായിക്കണ്, നമ്മളിപ്പോഴും നന്നാകാത്ത കേസാവൻ നമ്മളോട് പറയുന്നത്, അത് വേറെ വിഷയം. ഐബുകൾ, സ്വന്തം ഐബിനെ കുറിച്ചറിയാത്തവന് നന്നാകാൻ കഴിയില്ല. ദാവൂദ് നബി അലൈഹിസ്സലാം ഒരിക്കൊരാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, മൂപ്പര് സ്വന്തം കൈ കൊണ്ട് അമൽ ചെയ്യാത്ത മനുഷ്യനാന്നാ ഞാൻ കേട്ടത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഭയങ്കര ബേജാറായി. ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളഹാനോട് ആയിരുന്നു, പഠിച്ചവന് ഒരു പണി എനിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നടന്നാ പറ്റൂല. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആദ്യത്തെ പെരുങ്കൊല്ലനായി പ്രഖ്യാപിക്കുകയാണ്. കയ്യിൽ ഇരുമ്പാണ് കൊടുത്താ 6 ചേറാക്കി പരുവപ്പെടുത്തി പാകാക്കി കയ്യിക്കണ് തിരിച്ചു തരും ദാവൂദ് നബി അലൈഹിസ്സലാം. അതിന്റെ വിലകണ്ടങ്ങൾ പോരായ്മ അറിയുമ്പോഴേ പഠിച്ചവനോട് പരിഹാരം തേടി വരക്കാൻ കഴിയുള്ളൂ. പോരായ്മകൾ അറിയുമ്പോഴേ തിരുത്താൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിമിനു അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയുന്നു വീണ്ടും, എത്ര മനുഷ്യന്മാരെയാ നിങ്ങൾ കഫൻ ചെയ്യുന്നത്? എത്ര മനുഷ്യന്മാരെയാ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുന്നത്? എത്ര മനുഷ്യന്മാരെ മുഖത്താ നിങ്ങൾ പഞ്ഞി വെച്ച് കെട്ടിയത്? എത്ര
എത്ര മനുഷ്യരെയാണ് നിങ്ങൾ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഞാനാണ് നാളെ ഇങ്ങനെ കടത്തപ്പെടുന്നവൻ, എന്നെയാണ് ഇങ്ങനെ കുളിപ്പിക്കപ്പെടുന്നവൻ, എന്നെയാണ് ഇങ്ങനെ കഫൻ ചെയ്യപ്പെടുന്നവൻ, ഞാനാണ് നാളെ പള്ളിക്കാട്ടിലേക്ക് പോകുന്ന മയ്യത്ത് കട്ടിലാകുന്ന വാഹനത്തിൽ കടത്തപ്പെടുന്ന ആള് ഞാനാണ് എന്ന കാര്യം നിങ്ങൾ മറന്നുപോയില്ലയോ? സഹോദരന്മാരെ, വലിയ ബേജാറുള്ള സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു തആല നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു തആല നമ്മുടെ ആഖിറം സന്തോഷമാക്കി തരട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്. പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന കുറെ മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലേ? പഴയതൊക്കെ മറന്നു, എല്ലാം നമ്മൾ പുതിയതിന്റെ പിറകിലായി പോയി. അസുഖങ്ങൾ പുതുതായി മാറി. നമുക്കൊരു ധാരണ ഉണ്ട്, ഇന്നത്തെ ലോകത്തിലെ എന്ത് പ്രശ്നം ഉണ്ടായാലും മെഡിസിൻ രക്ഷപ്പെടുത്തിക്കൊള്ളും. ഡോക്ടർമാർ നമുക്ക് എന്ത് പ്രയാസത്തിനും പരിഹാരം തരും. ശുദ്ധ അബദ്ധമാണ്, അസംബദ്ധമാണ്. പണ്ടത്തെ കാലത്തെ മനുഷ്യന്മാർ വസൂരിയും പ്ലേഗും പിടിപെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയ കാലമുണ്ട്. മഹാനായ പൊന്നാനിയിലെ മഖ്ദൂം തങ്ങളുടെ ഹളറത്തിലേക്ക് മാരകമായ രോഗം കൊണ്ട് വേട്ടയാടപ്പെടുമ്പോൾ പൊന്നാനിക്കാരായ ആളുകൾ ഓടിയെടുക്കുകയാണ്. തങ്ങളെ, ഞങ്ങളെ നാട്ടില് പ്രയാസമാണ്, ഞങ്ങളാകെ കഷ്ടത്തിലാണ്, ഞങ്ങൾ വലിയ രോഗത്തിലാണെന്ന് പറയുമ്പോൾ മഹാനവറുകൾ ഉടനെ പേനയെടുക്കുന്നു. അതാ ഒരു മൗലിദ്, അള്ളാന്റെ ഹബീബിന്റെ പേരിലുള്ള മദ്ഹ്, അള്ളാന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് അതാ മഹാനവറുകൾ എഴുതി കൊടുക്കുന്നു. അതാണ് മങ്കൂസ് മൗലിദ്. ആ മൗലിദ് വീടുകളിൽ ഓതാൻ പറയുമ്പോൾ അതാ പൊന്നാനിക്കാരുടെ രോഗങ്ങൾ മാറിപ്പോയി. നമ്മളെ നാട്ടിൽ ആര് വന്ന് കടകട പറഞ്ഞിട്ടെന്താ? ജീവിതത്തിൽ അനുഭവമല്ലേ ഏറ്റവും വലിയ തെളിവ്. മൗലിദ് നേർച്ചയാക്കി, കുത്തുബിയത്ത് നേർച്ചയാക്കി രോഗം മാറി നീ അമ്മക്കാണ് അനുഭവമായ പിന്നെ ഇബ്ലീസ് വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത്. പൊന്നാനിയിലെ മുസ്ലിം സമുദായത്തിൽ മാരകമായ രോഗം കൊണ്ട് വേട്ടയാടപ്പെട്ടപ്പം മറുമരുന്നായി മഖ്ദൂം തങ്ങൾ എഴുതി കൊടുത്ത മരുന്നാണ് മങ്കൂസ് മൗലിദി. പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാ രക്ഷപ്പെട്ടത്, അങ്ങനെയാ നമ്മൾ സലാമത്ത് തേടിയത്. ബുർദയും മൗലിദും നഫീസത്തുമാലയും നമ്മെ രക്ഷപ്പെടുത്തിയിരുന്ന കാലമുണ്ട്. ഇന്ന് നമുക്ക് അയലോകത്ത് ഓട്ടോറിക്ഷ ഉണ്ട്, മൊബൈൽ നമ്പറും ഉണ്ട്, വിളിച്ചാൽ കിട്ടും, ഓട്ടോറിക്ഷ വരും, കൊണ്ടുപോകാം ഹോസ്പിറ്റലിക്ക്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇവിടെയൊക്കെ മനുഷ്യന്മാര് ജീവിച്ചിരിക്കണു. മുഅ്മിനീങ്ങളെ, എങ്ങനെയാ? അള്ളാന്റെ ഹബീബിനെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് നിങ്ങളെല്ലാരെയും അറിയിക്കയറ്റ. ഒരു മുസ്ലിമായ മനുഷ്യനും അത് തട്ടൂല. സുന്നത്തിയമായത്തിന്റെ വിശ്വാസമുള്ള ആരും പറയും, ഉസ്താദെ ഞങ്ങൾ നമ്മളെ പേരിൽ വന്നുകൊണ്ട് ഒരു ദിവസം സ്വലാത്തെല്ലിക്കൊള്ളി. കോയിറച്ചി കൊടുക്കാൻ കാജുനോല് കൊടുക്കണം, അല്ലെങ്കിൽ സുലൈമാനി കൊടുത്ത് വിട്ടോളിയും, വിഷയം നടക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് വലിയ ബർക്കത്താണ്, വലിയ കാവലാണ്. ഒന്നുകൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, വെറുതെയാണ്. വസൂരിയും പ്ലേഗൊക്കെ മാറിപ്പോയി, പകരം ഷുഗറും ക്യാൻസറും വന്നുപോയില്ലേ? എന്തൊരു വിഷമം പിടിച്ച മുസീബത്താണ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അള്ളാഹുവേ, അസ്ഹാബുൽ ബദറിന്റെ ഹക്ക് കൊണ്ട്, ഞങ്ങളെ മജ്ലിസിന്റെ പുണ്യം കൊണ്ട്, ഞങ്ങളെ ശരീരത്തിൽ ഞങ്ങളറിയാതെ മാരകമായ രോഗത്തിന്റെ വല്ല അണുക്കളും വളരുന്നുവെങ്കിൽ ബദരീങ്ങളെ ഹക്ക് കൊണ്ട് കരിച്ചു തരണേ അല്ലാഹ്.